ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 24-ാം അധ്യായം അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 24, 25, 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. വേദപുസ്തകമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. 8:1. അതുകൊണ്ടിപ്പോൾ ക്രിസ്തയേശുവിലുള്ള ഒരുവർക്കും ഒരു ശിക്ഷാവിധിയുമില്ല. പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹ റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ജഡത്തിന് മരണത്തിന് അതീതമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 8-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ള ഒരു മനുഷ്യനും യാതൊരു വിധമാകുന്ന ശിക്ഷാവിധിയുമില്ല. നൊയമ്പ് സത്യത്തിൽ നമുക്ക് ചില അറിവുകളെ പകർന്നു നൽകുന്നതാണ്. നൊയമ്പ് വിശുദ്ധിയോടെ നോക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ ചില വെളിപാടുകളെ പകർന്നു നൽകുന്നതാണ്. എന്ത് വെളിപാടെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ വിളിച്ചു പറയുന്നത് പോലെ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹായെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹായുടെ ആദ്യത്തെ ലേഖനം 1 തെസ്സലോനിക്കറാണ് എന്ന് വേദപുസ്തകം പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ തിരുവചനത്തിൽ നമ്മൾ കാണുമ്പോൾ പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹായുടെ ആദ്യത്തെ ലേഖനമായി വേദപുസ്തകത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് റോമാ ലേഖനമാണ്. എന്തുകൊണ്ടാണ് റോമാലേഖനം ആദ്യമേ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഈ വേദപുസ്തകം കാനോനൈസ് ചെയ്താണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു കാനോൻ നിയമപ്രകാരം എന്തുകൊണ്ടങ്ങനെ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ ഈ തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ പടിപടിയായി അവൻ ആത്മീയ ഉത്കൃഷ്ടത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം പൗലോസിന്റെ ചിന്തകളെ ചിട്ടയായി ക്രമപ്പെടുത്തിക്കൊണ്ട് കാനോനൈസ് ചെയ്തിരുത്ത് ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് റോമാലേഖനം ആദ്യമായി കാണപ്പെടുന്നത്. ഭാരതത്തിൽ ഏറെ പ്രാചീനമാകുന്ന പ്രാഗൽഭ്യം നേടിയ സർവകലാശാലകളായ തക്ഷശില, നളന്ദ എന്നതുപോലെ പൗലോസിന്റെ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന 3 യൂണിവേഴ്സിറ്റികളുണ്ട്, സർവകലാശാലയുണ്ട്. അതൊന്ന് അലക്സാണ്ട്രിയൻ, 2 ഏതൻസ്, 3 തർസോസ്. ഇതിൽ തർസോസ് എന്ന് പറയുന്ന സർവകലാശാലയിൽ ബിരുദാനന്ദ ബിരുദം നേടി ഭൗതിക അനുഭവങ്ങളും ആത്മീയ അനുഭവങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് ഭൗതികമാകുന്ന ഉത്തുംഗ ശൃംഖലങ്ങളിലേക്ക് തൻ്റെ വികാസത്തെ, തലച്ചോറിനെ വികസിപ്പിച്ചെടുത്ത യഹൂദനായ മനുഷ്യനാണ് പൗലോസ് ശ്ലീഹ. പ്രത്യേകിച്ച് ഗമാലേൽ എന്ന് പറയുന്ന മഹാപണ്ഡിതനാകുന്ന ഒരു വലിയ ഗുരുവിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്നു കൊണ്ട് ജ്ഞാനത്തെ അഭ്യസിപ്പിച്ച് യഹൂദ മതധർമ്മങ്ങൾക്ക് വേണ്ടി നിലനിന്നിരുന്ന മനുഷ്യനാണ് പരിശുദ്ധനാകുന്ന പൗലോസ് ശ്ലീഹ. എന്തുകൊണ്ട് ശ്ലീഹായെക്കുറിച്ചും ഈ പുസ്തകത്തെക്കുറിച്ചും അല്പം പറയുവാൻ ശ്രമിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വചനപ്രഘോഷണം എന്നത് പഠനവും മനനവും രൂപാന്തരവുമാണ്. പഠനവും മനനവും രൂപാന്തരവുമാണ് വചനപ്രഘോഷണം. ഇന്ന് പലപ്പോഴും ആ ഒരു തലം വിട്ടുപോകുമ്പോൾ ഏറെ താല്പര്യമുണ്ട് പറഞ്ഞാൽ എടുത്ത വേദവാക്യം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഈ രാത്രികാലം തുടർന്ന് മന്ത്രിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പൗലോസിന്റെ മധ്യകാലത്തെഴുതിയ ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തെ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ തീം എന്തെന്ന് ചോദിക്കുമ്പോൾ വിശ്വാസത്തിലുള്ള നീതീകരണമാണ് റോമാലേഖനത്തിൻ്റെ മൊത്തത്തിലുള്ള തീം.
അതിൻ്റെ 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെയുള്ള വേദഭാഗം ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള ഭാഗം ശുദ്ധീകരണത്തെക്കുറിച്ച്, സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പഠിപ്പിച്ചു നൽകുന്നു. അതിൽ 8-ാം അധ്യായം ഒരു പ്രത്യേക ചാപ്റ്ററായിട്ട് മാറ്റി റൈറ്റ്സ് ഓഫ് സോൾ, ആത്മാവിൻ്റെ പ്രമാണങ്ങൾ, അതിനെക്കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. 9 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ച ചിന്തയുമായി ബന്ധപ്പെട്ട്, വചനവുമായി ബന്ധപ്പെട്ട 3 മനുഷ്യനെ ഈ രാത്രികാലം നമ്മൾ പരിചയപ്പെടുകയാണ്. 3 മനുഷ്യരിലൂടെ ഈ നൊയമ്പ് നമുക്ക് വിശുദ്ധമായി തീരേണ്ടുന്നത് ആവശ്യമാണ്. ഈ 3 നൊയമ്പിനപ്പുറം 18 ദിവസം കഴിയുമ്പോൾ ഒരു മഹാസമുദ്രമാകുന്ന വലിയ നൊയമ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പോകുകയാണ്. അതിനു മുന്നോടിയായി നമ്മളെ ആത്മപരിശോധന ചെയ്യുവാൻ ഏലിയാവെന്ന മഹാനിബിയുടെ ഈ പരിശുദ്ധ പെരുന്നാളിൽ, ഈ ദേവാലയത്തിൽ ഈ രാത്രികാലമായിരിക്കുമ്പോൾ ഈ വേദചിന്തയിലൂടെ 3 മനുഷ്യരിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അതിൽ 1-ാമത്തെ മനുഷ്യൻ ഇപ്രകാരമാണ്: അരിഷ്ട മനുഷ്യൻ. പൗലോസ്ലീഹ വിളിച്ചു പറയുകയാണ്, അയ്യോ അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുന്നത് കൊണ്ടായതുകൊണ്ട് റോമ സമൂഹത്തിന് മനസ്സിലാകുന്ന അനുഭവത്തിൽ വേണം പലതും വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ. അതുകൊണ്ട് റോമ സാമ്രാജ്യത്തിന് മനസ്സിലാകുന്ന അനുഭവങ്ങളിലാണ് പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ ഈ വേദഭാഗം എഴുതി വെക്കുന്നത്. നമുക്കറിയാം, റോമാ സാമ്രാജ്യം ഏറെ വളർന്നു പന്തലിച്ച ഒരു വലിയ സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. യേശു തമ്പുരാന്റെ കാലഘട്ടങ്ങളിൽ പോലും ഒരുപാട് പ്രവിശ്യകളുള്ള സ്ഥലമായിരുന്നു റോമ സാമ്രാജ്യവും റോമ ആധിപത്യവും. ചരിത്രം പഠിക്കുമ്പോൾ ദ റോമൻ പാക്സ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. റോമയുടെ സമാധാനമെന്നും റോമിൻ്റെ ശക്തി എന്നുമൊക്കെ പഠിക്കാറുണ്ട്. അങ്ങനെ വളരെ ശക്തമായ റോമാ സാമ്രാജ്യത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ശിക്ഷണ നടപടികൾ നടമാടിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, അന്ന് മനുഷ്യനെ ഒരുമിച്ച് ചേർത്തുകെട്ടി പന്തം പോലെ കത്തിക്കും. അതൊരു ശിക്ഷാ നടപടിയായിരുന്നു. നീറോയുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവികരാകുന്ന ക്രിസ്തീയ വിശ്വാസ സമൂഹം അനുഭവിച്ച പീഡനത്തിലെ ഒരു ശിക്ഷാ നടപടി അതായിരുന്നു. രണ്ടാമതായി, മനുഷ്യനെ ചാട്ടവാറുകൊണ്ട് അടിക്കും. റോമാ പൗരനല്ലാത്ത മനുഷ്യനെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും വറതിയിലിട്ട് വറുത്തെടുക്കുകയും ചെയ്യും. മറ്റൊരു ശിക്ഷാ നടപടി ഇപ്രകാരമാണ്: പടയാളികളെല്ലാം കൂടെ ചേർന്ന് 2 വലിയ മരത്തിന്റെ 2 ശിഖരങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഒരു മനുഷ്യന്റെ ഒരു കാല് ഒരു ശിഖരത്തിലും മറ്റേ കാല് മറ്റേ മരത്തിന്റെ ശിഖരത്തിലും കെട്ടിയിട്ട് ശിഖരങ്ങളിൽ നിന്ന് പടയാളികൾ കൈവിടും. ഈ മനുഷ്യൻ ശിഖരം അകലുമ്പോൾ നടുകീറായി അവൻ പിളർന്നു പോകും. അത് കണ്ട് ആഹ്ലാദിക്കുന്ന നടപടികളുള്ള റോമ ശിക്ഷണ നടപടി. മറ്റൊരു നടപടിയായിരുന്നു റോമായിൽ നിലനിന്നിരുന്നത്. കുറ്റം ചെയ്ത് കുറവുള്ളവനെന്ന് കണ്ടു കഴിയുമ്പോൾ അവനെ ചാട്ടകാറുകൊണ്ട് അടിക്കുകയും 4 ദിവസം പഴക്കമുള്ള ജഡത്തോട് മൃതശരീരത്തോട് ചേർത്ത് കെട്ടി വഴിയരികിൽ അവനെ തള്ളുകയും അവിടെ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറയും, ടെലേപ്പോറോസ് ടെലേപ്പോറോസ് ടെലേപ്പോറോസ്. അരിഷ്ട മനുഷ്യന് അതിൻ്റെ വേദപുസ്തകത്തിൻ്റെ രചിച്ച ഗ്രീക്ക് പദം കൊടുക്കുന്ന പദം ഇതാണ്, ടെലേപ്പോറോസ്. 4 ദിവസം ജീർണിച്ച് മരിച്ച മനുഷ്യന്റെ ശരീരത്തോട് അടിച്ചു തകർത്തൊരു മനുഷ്യനെ ചേർത്ത് കെട്ടി വഴിയരികിൽ തള്ളപ്പെടുകയും അവിടെ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയും ചെയ്യും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് വിളിച്ചു പറയണം. ഈ ശിക്ഷാ നടപടി റോമാക്കാർക്കേറെ പരിചയമാണ്. അവിടെ നിന്നുകൊണ്ടാണ് പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ റോമാക്കാരോട് വിളിച്ചു പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ജഡസംബന്ധമായ ജീവിതാനുഭവങ്ങളുള്ള മനുഷ്യനെ പൗലോസ്ലീഹ വ്യാഖ്യാനിച്ചു കൊടുത്തു, അരിഷ്ട മനുഷ്യൻ. 1 കൊരിന്ത്യർ 15:54 പ്രകാരം പറയുന്നുണ്ട്, മരണത്തിൻ്റെ വിഷമുള്ള പാപം. എല്ലാ മതങ്ങളും മനുഷ്യ ജീവിതത്തെ കെടുത്തുന്ന പാപത്തോട് ബന്ധപ്പെടുത്തി ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ നിന്നുള്ള മോചനം തന്നെയാണ് ഓരോ മതസംവിധാനങ്ങളും തൻ്റെ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. പാപമംഗലമായ എൻ്റെ ജീവിതത്തിൽ പാപങ്ങളെ കണ്ടെത്തുകയും അവയെ ഉപേക്ഷിച്ച ജഡത്തിൽ നിന്ന് അരിഷ്ടതയെ നീക്കി ദൈവിക സന്നദ്ധയിലേക്ക് എത്തുകയും ചെയ്യുവാനുള്ള മാർഗം അന്വേഷിക്കുമ്പോൾ
ഈ നൊയമ്പ് നമ്മളോട് സ്വയമായി പറയേണ്ടുന്നതാണ്, ഓ wretched man that I am. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ആത്മാർത്ഥതയോടെ ഈ നൊയമ്പിൽ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചോദിക്കാം, ചില അരിഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും മൂടുപടമണിഞ്ഞ് ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുമ്പോഴും ദൈവസന്നദ്ധിയിൽ ഹൃദയത്തൊട്ട് നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുമോ, ഞാൻ വിശുദ്ധനായ മനുഷ്യനാണെന്ന്? ഈ നൊയമ്പ് നമ്മളോട് ഹൃദയം കൊണ്ട് പറയുവാൻ ആവശ്യപ്പെടുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിലെ അരിഷ്ടതകളുണ്ടോ എന്ന ചോദ്യത്തിന് തമ്പുരാൻ 3 ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അരിഷ്ടതകളെ തിരഞ്ഞു പിടിക്കുവാൻ തമ്പുരാൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, നീ എവിടെ? നീ എവിടെ? എമാൻ, വേർ ആർ യു? നീ എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്കറിയാം, ഈ ചോദ്യം ആരോട് ചോദിക്കുന്ന ചോദ്യമാണ്? പാപം ചെയ്ത് ദൈവം തമ്പുരാൻ തന്റെ സന്നദ്ധയിലേക്ക് അടുത്തു വരുമ്പോൾ മരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ആദത്തോട് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ആദമേ നീ എവിടെ? ആദമേ നീ എവിടെ? ഈ രാത്രികാലം ആദത്തിനോട് ചോദിച്ച ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇടം നമ്മുടെ നിർവചനമാണ്. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ നിർവചനമാണ്. നമ്മൾ ഇന്ന് ദേവാലയത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഇതൊരു നിർവചനമാണ്. നമ്മൾ എന്താണ്? ഏലിയാവിൻ്റെ മക്കളായി ഈ ദേവാലയത്തിൽ പെരുന്നാൾ കൊണ്ടാടുവാൻ ദൈവത്തിൻ്റെ അംശത്തിൻ്റെ അനുഭവങ്ങളായി നിൽക്കുന്ന ഒരു വലിയ വിളിയുടെ അനുഭവം. നമ്മൾ ഇരിക്കുന്ന ഇടം നമ്മുടെ നിർവചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സെന്റ് ബെർണാഡ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ തൻ്റെ ആശ്രമത്തിൽ നിരന്തരമായി അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, ബെർണാഡ്, ബെർണാഡ്, വൈ ആർ യു ഹിയർ? ബെർണാഡേ, നീ എന്താണ്, എന്തിനാണ് ഇവിടെ? പ്രിയമുള്ളവരെ, ഈ ചോദ്യം നമ്മളെ അലട്ടും. നാം ആയിരിക്കുന്നത് നമ്മുടെ ഇടമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില അരിഷ്ടതകൾക്ക് മുമ്പിൽ എൻ്റെ ഇടം കൃത്യമായി കണ്ടെത്തിയാൽ അരിഷ്ടതകളിൽ നിന്ന് വിട്ട് ദൈവസന്നദ്ധിയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കും. മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പദമുണ്ട്, ഒരു രോഗത്തിന് വിളിക്കുന്ന പേര് ഇപ്രകാരമാണ്, സൈക്കോജനിക് ഫ്യൂഗ്. സൈക്കോജനിക് ഫ്യൂഗ്, ഇതൊരു രോഗമാണ്. ഈ രോഗത്തിന് എന്തെന്ന് ചോദിക്കുമ്പോൾ സ്വന്തം വ്യക്തിത്വം മറന്ന് എത്തേണ്ടാത്തിടത്ത് എത്താതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മനുഷ്യന്റെ ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് സൈക്കോജനിക് ഫ്യൂഗ്. അതൊരു പാപമാണ്. കാരണം സിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഹമാർത്തി എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഹമാർത്തി എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്, മിസ്സിംഗ് ദ മാർക്ക്. ലക്ഷ്യം തെറ്റല് എന്താണ്? പാപമാണ്. ദൈവം തമ്പുരാൻ ചില ഇടങ്ങളിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട്. നിനക്കായി ചില ഇടങ്ങൾ തന്നിട്ടുണ്ട്. ആദമിന്റെ ജീവിതത്തിൽ അവന് കൊടുത്ത ഇടം അവൻ നഷ്ടപ്പെടുത്തുന്ന അനുഭവത്തിലാണ് തമ്പുരാൻ അവനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ചോദിക്കുകയാണ്, ആദമേ നീ എവിടെ? ദൈവത്തിന് ആദം എവിടെയാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ആദത്തോട് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഹമാർത്തി എന്ന് പറയുന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് ഇപ്രകാരമാണ്, ബീങ് ആബ്സെന്റ്. പ്രസന്റ് ആവേണ്ട അടുത്ത് ആബ്സെന്റും, ആബ്സെന്റ് ആവേണ്ട അടുത്ത് പ്രസന്റുമാകുന്ന ഒരു അനുഭവത്തെ വിളിക്കുന്ന പേര് ഹമാർത്തി എന്നാണ്. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയ സൈക്കോജനിക് ഫ്യൂഗ്. ഈ നൊയമ്പിൻ്റെ കാലം നമ്മളെ ഈ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ചില ഇടങ്ങൾ നമ്മൾ ആയിരിക്കുന്നുണ്ട്. ദൈവം ഒരുക്കി തന്ന അനുഭവങ്ങൾക്കപ്പുറം എവിടെങ്കിലും നിന്റെ ഇടം തെറ്റായിപ്പോയെങ്കിൽ തിരിച്ചു വരുവാൻ ഈ നൊയമ്പ് നമ്മളെ വിളിക്കുകയാണ്. യൂദ എന്ന് പറയുന്ന മനുഷ്യൻ സന്നദ്ധി സംഘത്തോട് ചേർന്ന് നിന്നപ്പോൾ അവൻ ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റയ്ക്ക് കൊടുത്തു. പത്രോസ് തീ കായുന്നവരോടൊപ്പം അവരോട് ചേർന്ന് നിന്നപ്പോൾ തൻ്റെ ഗുരുവിനെ കുരിശിക്കുവാൻ കൊണ്ടുപോകുകയാണ്, ന്യായം വിധിക്കുവാൻ കൊണ്ടുപോകുകയാണെന്ന ബോധ്യം അവനുള്ളപ്പോഴും തീ കായുന്നവരോടൊപ്പം ഇരുന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. ഹൗവ ആദാമില്ലാത്ത സമയത്ത് പാമ്പ് ഹൗവയുടെ സന്നദ്ധയിലേക്ക് അടുത്തു വന്നിട്ട് ഒരു ചൂളം വിളിയിൽ ഹൗവ പാമ്പിനെ ശ്രദ്ധിച്ചപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ പറുദീസ ലോകത്തിന് നഷ്ടപ്പെടും വിധം ആദിമ മാതാവാകുന്ന ഹൗവ തെറ്റിപ്പോയി. ഹൗവയുടെ വ്രതവും
വിശ്വസ്തതയും അവിടെ തെറ്റി, പ്രിയപ്പെട്ടവരെ. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകമാകുന്ന അതിൽ ന്യായാധിപനായി ദൈവം തമ്പുരാൻ തെരഞ്ഞെടുക്കുകയും ശമൂവേലിനെ പോലെ ജീവിത അന്ത്യം വരെ നാസീർ വ്രതം സ്വീകരിക്കുവാൻ ദൈവസന്നദ്ധിയിൽ നാസീർ വ്രതം ഏറ്റെടുത്ത ശിംശോൻ എന്ന ന്യായാധിപൻ, അവന്റെ ശക്തിയും ആരോഗ്യവും ദലീലയുടെ മടിത്തട്ടിലെ സുഖാനുഭവങ്ങളിലേക്ക് ആലസിച്ചപ്പോൾ അവന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി അവനിൽ നിന്ന് പോയി. അവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, ദൈവം അവനെ വിട്ടു പോയത് അവൻ അറിഞ്ഞില്ല. ജയമാവൂരോസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ സ്ക്രൂ ടൈപ്പ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഇതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അരുതാത്തിടത്ത് നിൽക്കുമ്പോൾ അരുതാത്തതൊക്കെ സംഭവിക്കും. ഈ രാത്രികാലം നമുക്ക് നമ്മളോട് ചോദിക്കാം, ചിലയിടങ്ങൾ, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഇടം, ദൈവമേ എൻ്റെ ഇടങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടോ? ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്ന ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ഇടങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? കുടുംബ ജീവിതത്തിൽ, ബന്ധങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ, മാതാപിതാക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ, മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, എവിടെങ്കിലും മാറി നിന്ന എൻ്റെ ഇടം തെറ്റിപ്പോയിട്ടുണ്ടോ? കുടുംബജീവിതങ്ങളിലൊക്കെ പലപ്പോഴും ഇതുപോലെ ചില ഇടങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ജീവിതങ്ങൾ പലപ്പോഴും ഹോമിച്ചു പോകേണ്ടുന്ന അനുഭവങ്ങളായി തീരുന്ന കാഴ്ച ഇന്നേറെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ നൊയമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ എവിടെയാണ്? എൻ്റെ ഇടം എവിടെയാണ്? ഏലിയാവേ, നിന്റെ ഈ പെരുന്നാളിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ എൻ്റെ ഇടം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവകരങ്ങളാൽ വിശുദ്ധ ഇടത്തേക്ക് തിരിച്ചു വരുവാൻ എന്നെ നീ ഒരുക്കണമേ എന്ന് നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിതം എന്തെന്ന് ചോദിക്കുമ്പോൾ അതൊരു വിളിയാണ്. എന്തിൻ്റെ വിളി? വിശുദ്ധിക്കായുള്ള വിളി, സാക്ഷ്യത്തിനായുള്ള വിളി, ഉടമ്പടിക്കായുള്ള വിളി. ഹൗവയെ പോലെ എവിടെങ്കിലും ഇടങ്ങൾ മാറിപ്പോയത് കൊണ്ട് എൻ്റെ വിളി വിട്ടുപോയിട്ടുണ്ടോ? എൻ്റെ വിളി തെറ്റിപ്പോയിട്ടുണ്ടോ? എൻ്റെ വ്രതം വിട്ടുപോയിട്ടുണ്ടോ? എൻ്റെ നൊയമ്പ് ഏതെങ്കിലും നൊയമ്പ് പൊളിഞ്ഞതുപോലെ പൊളിഞ്ഞു പോയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ രാത്രികാലം നമ്മുടെ ഹൃദയത്തെ ശക്തമായതാലട്ടെ. ഏറെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും തൻ്റെ ജീവിതത്തിൻ്റെ തെറ്റായ മാർഗങ്ങൾ കൊണ്ടും വല്ലാതെ കണ്ട് പ്രതിസന്ധി ഏറെ തളർത്തിയ 2.5 വയസ്സ് പ്രായമുള്ളൊരു പെങ്കൊച്ചും 1 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞോമനയും മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനായ അപ്പൻ ആത്മഹത്യക്കായിട്ട് ഒരുങ്ങുകയാണ്. വേറെ മാർഗമൊന്നും അവൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല രക്ഷപ്പെടുവാനും തിരിച്ചു വരുവാനും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യക്കായി തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പ്രധാന വാതിലിൻ്റെ കട്ടിളപ്പട ചവിട്ടി ഇറങ്ങുമ്പോൾ അവനറിയാതെ എന്തോ ഒന്ന് അവൻ്റെ കാലിൽ പിടിച്ചു വലിക്കുന്നു. അവൻ വല്ലാതെ വിറങ്ങലിച്ച് തിരിച്ചു നോക്കി. ഈ ചെറുപ്പക്കാരൻ നോക്കുമ്പോൾ അവൻ്റെ 2.5 വയസ്സുള്ള കുഞ്ഞ് ഇഴഞ്ഞു വന്ന് അവൻ്റെ കാലിൽ പിടിച്ചേക്കുക. ഈ ചെറുപ്പക്കാരൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ആത്മഹത്യക്കായി ഇനി ജീവിതം വേണ്ട എന്ന് ചിന്തിച്ചു പോയി ചെറുപ്പക്കാരൻ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖം ഇങ്ങനെ പറയുക, അപ്പാ ഞാനില്ലാതെ നീ എവിടെയാണ്? ആ കണ്ണുകൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം തെളിച്ചു. അവൻ മടങ്ങി തൻ്റെ ഭവനത്തിലേക്ക്. തൻ്റെ ജീവിതത്തിൻ്റെ അന്നുവരെ ഉണ്ടായിരുന്ന ചില കുറവുകളും ആയിരുന്നിടങ്ങളും അവൻ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുടെ ഇടത്തേക്ക് അവൻ മാറി. പ്രിയപ്പെട്ടവരെ, ഇന്നും സാക്ഷ്യത്തോടെ ആ ചെറുപ്പക്കാരൻ ജീവിക്കുന്നു. ഇതുപോലെ ചില കണ്ണുകൾ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം പകരുന്നുണ്ട്. നാം ഇല്ലെങ്കിൽ, നാം വിട്ടുപോയാൽ ആശ്രയമറ്റിപ്പോകുന്ന ചിലർ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പിഴച്ചുപോയാൽ, എൻ്റെ ജീവിതം താളം തെറ്റിപ്പോയാൽ, എൻ്റെ ജീവിതം ആ തരത്തിൽ ഹോമിച്ചു പോയാൽ വേദനപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന ചിലരുണ്ട്. നമ്മളെ കാത്തിരിക്കുന്ന ചിലരുണ്ട് എന്ന ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. ധൂർത്തപുത്രന്റെ സുബോധം ഈ രാത്രികാലം അങ്ങനെ ആയിരിക്കുന്നിടത്ത് നമ്മളെ ഉണർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ധൂർത്തപുത്രനെ പോലെ നമുക്ക് തിരിച്ചു വരാം, മടങ്ങി വരാം. A joyful home coming with the merciful Father. ഒരു സന്തോഷത്തിൻ്റെ കുടുംബം എനിക്കൊണ്ടൊരു എന്നെ താലോലിക്കുന്ന
ഞാൻ ചെല്ലുമ്പോൾ ഇറങ്ങി വന്ന് എന്നെ സ്വീകരിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ മടക്കി നടക്കുവാൻ തക്കവണ്ണം ഈ നൊയമ്പിൻ്റെ കാലത്ത് നമ്മുടെ ഇടങ്ങളെ ഒന്ന് പരിശോധിച്ച് തിരിച്ച് നമുക്ക് നടക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ ചിലതൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നു. നീ ആയിരിക്കുന്നിടത്ത് നിന്ന് മടങ്ങി വരുവാൻ. ഒന്നാമത് തമ്പുരാൻ നമ്മളോട് ചോദിച്ച, നമ്മുടെ അരുട്ട ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുവാൻ ചോദിച്ച ചോദ്യം, നീ എവിടെ? രണ്ടാമതായി തമ്പുരാൻ ഈ രാത്രികാലം നമ്മുടെ അരിട്ടതയെ പരിശോധിക്കുവാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? വാട്ട് ഈസ് ദിസ് ദാറ്റ് യു ഹാവ് ഡൺ? നീ എന്താണ് ഈ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യവും 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും ഈ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. 2 കാര്യങ്ങൾ മനുഷ്യൻ ചെയ്ത് ദൈവത്തെ കോപിച്ച് അരിഷ്ടനായി തീർന്നു. എന്താണ് 2 കാര്യമെന്ന് ചോദിക്കുമ്പോൾ, 1 ഹവ്വായോട് അനുഭവവും, 2 കായേൽ ഹാബേലിനോട് ചെയ്ത അനുഭവവും. ഇപ്രകാരം 2 കാര്യങ്ങൾ. 1, ചീത്തയായത് ചെയ്തു, അരുതാത്തത് ദൈവം അരുതെന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചു. 2, നല്ലതിനെ ഇല്ലായ്മ ചെയ്തു. ഏദനിൽ നൊയമ്പ് മുറിയുന്നത് അരുത് എന്ന് പറഞ്ഞത് ചെയ്തപ്പോഴാണ്. ജീവിതത്തിലെ നൊയമ്പുകൾ ചിലയിടങ്ങളിൽ എവിടെയൊക്കെയോ മുറിഞ്ഞു പോയിട്ടില്ലേ? അയ്യോ ദൈവമേ, ഞാൻ ചെയ്തത് ചിലതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു, നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. എന്നോട് നീ എവിടുന്ന് എന്നെ ന്യായം വിധിക്കരുതേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിപ്പാൻ തമ്പുരാൻ ഈ സമയം നമ്മളോട് ആവശ്യപ്പെടുന്നു. നീ ചെയ്തത് എന്ത്? അരുതാത്തത് ചെയ്യുമ്പോൾ നല്ലത് ചിലയിടങ്ങളിൽ നഷ്ടപ്പെടും. ഹാബേൽ എന്ന് പറയുന്ന നന്മയുടെ അനുഭവം കായീൻ എന്ന് പറയുന്ന മനുഷ്യൻ തകർത്ത് കളഞ്ഞതുകൊണ്ട് ഹാബേലിന്റെ നന്മ മനുഷ്യരാശിയിലേക്ക് വരാതെ കായീനിന്റെ തിന്മ മനുഷ്യരാശിയിലേക്ക് ഒഴുകി വന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അരുതാത്തത് ചെയ്ത് നന്മകളെ നാം എവിടെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട അമ്മമാർ, എന്നോട് ഖേദം പ്രകടിപ്പിക്കരുത്. ഒരു കൗൺസിലിങ്ങിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് ചില കാര്യങ്ങളുമായി നീങ്ങിയപ്പോൾ ഇന്നത്തെ യൗവനക്കാരത്തികളായ കൊച്ചുങ്ങൾ തങ്ങളുടെ അമ്മമാരോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ചില കുറവുകൾ സംഭവിച്ചിട്ട്, ചില പ്രണയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ട്, ജീവിതത്തിൽ ആധുനിക നവമാധ്യമവുമായി ബന്ധപ്പെട്ട് ചില കുറ്റകൃത്യങ്ങളുടെ അനുഭവങ്ങളിലേക്കൊക്കെ പെട്ടുപോയിട്ട് ഈ പെങ്കൊച്ചുങ്ങളോട്, ഈ കുഞ്ഞോമനകളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തങ്ങളെ നൊന്ത് പ്രസവിച്ച അമ്മമാരുടെ മുഖത്ത് നോക്കി ഏറ്റവും അധികം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇപ്രകാരമാണ്, അമ്മേ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വഴിയും ശരിയായിരുന്നു. അമ്മേ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വഴിയും ശരിയായിരുന്നു. നൊന്ത് പ്രസവിച്ച മാതാവിനോട് കുഞ്ഞുങ്ങൾ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം ആ ഡേറ്റ കളക്ഷനൊക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകൾ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ തലമുറകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ തലമുറകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതം വിശുദ്ധമാകണം. തലമുറകൾക്ക് മുമ്പിൽ നമ്മുടെ ജീവിതം വിശുദ്ധമല്ലാതായി പോകുമ്പോൾ, അരുതാത്തത് ചെയ്യുമ്പോൾ ചില നന്മകൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ തലമുറകൾ നമുക്ക് ലഭിച്ച നന്മയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുറവുകൾ കൊണ്ട് നമ്മുടെ തലമുറകൾ ഇല്ലായ്മയായി പോകുവാൻ ഇടയാക്കരുത്. അൺകൺട്രോളബിൾ ഡിസീസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾ എന്ന് നമുക്കറിയാം. നിയന്ത്രിക്കാൻ സാധിക്കാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളാണ് തിന്മയുടെ ഉറവിടം. ഈ നൊയമ്പ് കാലം ചില നിയന്ത്രണങ്ങളെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ അനിയന്ത്രിതമായി നമ്മുടെ ജീവിതത്തിലും ഇച്ഛകളിലും ശരീരങ്ങളിലേക്കും ഒഴുകിയെത്തുന്ന ഈ തരത്തിലുള്ള ചില ഭാവങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. യേശു തമ്പുരാൻ തന്റെ 40 ദിവസത്തെ നൊയമ്പിന്റെ ഒടുക്കത്തിൽ വല്ലാതെ കണ്ട് വിശന്ന് യേശു തമ്പുരാൻ നിൽക്കുമ്പോൾ പിശാച് അവന്റെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുന്നുണ്ട്.
അവനോട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, നീ ദൈവപുത്രനല്ലേ, നിനക്ക് ഈ കല്ലുകൾ എന്താക്കിക്കൂടായോ? അപ്പമാക്കിക്കൂടായോ? തമ്പുരാൻ തിരിച്ചു പിശാചിനോട് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ജീവിതത്തിൽ ചില പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ, ജീവിതത്തിലെ ചില പരാജയങ്ങൾക്ക് മുമ്പിൽ, ജീവിതത്തിലെ ചില ഇച്ഛകൾ ഇങ്ങനെ വല്ലാതെ നമ്മളെ ആകർഷിക്കുമ്പോൾ അതിനു മുമ്പിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നുവെന്ന് എൻ്റെ ക്രിസ്തു പഠിപ്പിച്ച വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്നും അതിൽ ഉറയ്ക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. ഈ നൊയമ്പ് നമ്മുടെ ചില ഇച്ഛകളെ അത്തരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ ഈ രാത്രികാലം നമ്മളോട് ആവശ്യപ്പെടുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുവാനാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. സത്യമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്കറിയാം, മോനെ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അതവൻ ചെയ്തിരിക്കും. അത് മനുഷ്യ സഹജമാണ്. ഗ്രീക്കിൽ പിതാക്കന്മാർ എപ്പിത്തൂമ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എപ്പിത്തൂമ എന്തെന്ന് ചോദിക്കുമ്പോൾ ദ സിൻഫുൾ ഡിസേർവ്സ് ഓഫ് ദ ഹാർട്ട് എന്ന് അവർ പറഞ്ഞു വെക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ, ഹൃദയത്തിലെ തിന്മപ്പെട്ട ആഗ്രഹങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിത്തൂമ. ഇതിനെ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ എന്ന വിശുദ്ധനായ പിതാവ് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഇപ്രകാരമാണ്: എപ്പിത്തൂമ ഈസ് എ പാഷനേറ്റ് ഡിസയർ ഓഫ് ദ ഹാർട്ട് ഫോർ ദ ഫോർബിഡൻ പ്ലഷർ. നമ്മുടെ ഹൃദയത്തിലെ വികാരഭരിതമാകുന്ന ആഗ്രഹം, ചിലതൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞ നിരോധിക്കപ്പെട്ട ചില ആനന്ദങ്ങളെ പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തെ വിളിക്കുന്ന പേരാണ് എപ്പിത്തൂമ. അരുതാത്തത എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ആസക്തികളിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, പാഷനേറ്റ് ഡിസയർ എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി ഈ പാഷന് ഡെഫിനിഷൻ കൊടുക്കുന്നത് വീണ്ടും ഇപ്രകാരമാണ്: എ സിൻ റിപ്പീറ്റഡ് ഫ്രീക്വന്റ്ലി ഓവർ മച്ച് ടൈം ഈസ് പാഷൻ. എ സിൻ റിപ്പീറ്റഡ് ഫ്രീക്വന്റ്ലി ഓവർ മച്ച് ടൈം ഈസ് പാഷൻ. ആവർത്തിക്കപ്പെട്ടു ചെയ്യുന്ന പാപത്തിൻ്റെ അനുഭവമാണ് വികാരമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അറിയാതെ പറ്റിപ്പോയൊരു പാപം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടും. അറിഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ചെയ്യുന്ന പാപങ്ങൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുമോ എന്ന് ഈ രാത്രികാലം ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ തമ്പുരാനോട് നമുക്ക് ചോദിക്കാം. പാപത്തിൻ്റെ തീവ്രതയിലായിരിക്കുമ്പോൾ, പാപത്തിൽ മുഴുകി നിൽക്കുമ്പോൾ അതിൻ്റെ തീവ്രതയും അതിൻ്റെ ആദിയും മനുഷ്യന് തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, നമ്മളൊക്കെ കുളത്തിലും ആറ്റിലുമൊക്കെ മുങ്ങിക്കുളിച്ചിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് കൊടുവിളക്കാരോട് ഞാനത് ചോദിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഇതിൻ്റെ മുമ്പിലെല്ലാം ഈ പറഞ്ഞതുപോലെ ആറും തോടും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥിരപരിചയമുണ്ട്. നമ്മൾ മുങ്ങി നിൽക്കുമ്പോൾ നമുക്കറിയാം, മുങ്ങാങ്കുഴി ഇട്ടിട്ടുണ്ട്, മുങ്ങി കുളിച്ചിട്ടുണ്ട്, ശ്വാസം പിടിച്ച് നിന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു കുളത്തിൽ മുങ്ങിയിരിക്കുമ്പം ഈ കുളത്തിലെ ബാക്കി മുഴുവൻ വെള്ളവും നമ്മുടെ ശരീരത്തിന് മുകളിലാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഭാരം തോന്നിയിട്ടുണ്ടോ? തോന്നുമോ? ഇല്ല. പക്ഷേ എങ്കിൽ കരയിലേക്ക് കയറി 2 ബക്കറ്റ് വെള്ളം അവിടുന്ന് എടുത്ത് കൈക്ക് പിടിച്ചാൽ 2 ബക്കറ്റ് വെള്ളത്തിൻ്റെ ഭാരം വലുതാ എന്ന് പറയുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവരെ, പാപത്തിൽ മുഴുകി നിൽക്കുമ്പോൾ, പാപത്തിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൻ്റെ തീവ്രത മനസ്സിലാകത്തില്ല. എനിക്കേറെ പരിചയവും ബന്ധവുമുള്ള ഒരച്ചായൻ, വർഷങ്ങളായി അദ്ദേഹം നല്ല തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിൻ്റെ അനുഭവം അല്ലാതെ കണ്ട് അദ്ദേഹം അധ്വാനിച്ചതിനെ ഒക്കെ കെടുത്തിക്കളഞ്ഞു. എങ്കിലും ഭൂസ്വത്തുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ മനുഷ്യൻ പിടിച്ചു നിന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് 2 വർഷം മുമ്പ് ഈ മനുഷ്യൻ അവിടുത്തെ അച്ഛൻ്റെ പ്രത്യേക നിർദ്ദേശത്താലും അച്ഛൻ്റെ പ്രത്യേക താല്പര്യത്താലും ഈ പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ മദ്യപാനം നിർത്തി. അങ്ങനെ 2 വർഷക്കാലം കഴിയുന്ന ഒരവസരത്തിലാണ് ഞാൻ ആ പോകുന്ന സമയത്ത് ആ വഴി പോകുമ്പോൾ ഞാൻ അവിടെ കയറും, അച്ഛൻ വിളിക്കാറും ഒക്കെ ഉണ്ട്. അപ്പം ബന്ധം കൂടി ആയതുകൊണ്ട് ഞാൻ അവിടെ പോയ സമയത്ത് ഒരു ഉച്ച സമയം ഞാൻ തിരിച്ച് ആ ഭവനത്തിലേക്ക് വന്നപ്പം അച്ഛൻ്റെ മുഖമൊക്കെ വല്ലായിരിക്കും. അച്ഛനിങ്ങനെ സിറ്റ് ഔട്ടിൽ വല്ലാതെ ഇങ്ങനെ മ്ലാനവതനായിരിക്കുന്നു.
അപ്പം എനിക്ക് വല്ലാത്തൊരു പേടി, ദൈവമേ അച്ഛൻ വീണ്ടും ഈ പരിപാടി തുടങ്ങിയോ? അപ്പം ഞാനൊന്നും അച്ഛനോട് ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ, ഒരു പഴയ സന്തോഷവും സുഖവും ഒന്നും കാണുന്നില്ലല്ലോ. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഞാൻ ചോദിച്ചു, അതെന്താ പറ്റി അമ്മാമ്മ, ഇവിടെ ആഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല, എന്താ പറ്റി? അച്ഛന് നല്ല നടവുകൾ കണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, അതൊന്നും അല്ല അച്ഛാ, ഞാൻ 2 ദിവസമായി ആഹാരം കഴിക്കാൻ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല. നമുക്കറിയാം, നമ്മുടെ ഈ പ്രിയപ്പെട്ടവരൊക്കെ ഈ അടുത്തല്ല, കുറേ ദൂരെയൊക്കെ പോയാണ് എന്ത് ചെയ്യുന്നത്, ഈ മദ്യപിക്കുവാനൊക്കെ ആയിട്ട് പോകുന്നത്. ഈ അച്ഛനും പണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബാറിൽ നിന്ന് അച്ഛൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് അവിടെ ഇരുന്ന് മദ്യപിച്ച ഇച്ചിരി ഓവറായിപ്പോയി. അപ്പോൾ അവിടുത്തെ വെയിറ്റർ പയ്യൻ, അവൻ ഈ അച്ചായനുമായി വന്നിരുന്ന് അടിക്കുന്നത് അവൻ അറിയാവുന്നത് കൊണ്ട് ഈ അച്ചായൻ്റെ മൊബൈലിൽ വിളിച്ചു. അപ്പോൾ അച്ചായൻ പറഞ്ഞു, മോനെ, ഞാനിപ്പോൾ 2 വർഷമായി നിർത്തിയിട്ട് ഞാൻ ആ വഴി എങ്ങാനും എൻ്റെ വണ്ടി പോയാൽ ആരെങ്കിലും കണ്ടാൽ ഞങ്ങളുടെ വികാരി പിന്നെ എന്നെ കയറ്റത്തില്ല, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്, ഞാനത് നിർത്തിയതാണ് എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, ഇദ്ദേഹത്തിന് വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ മനുഷ്യൻ അവിടെ ചെന്ന് ഇദ്ദേഹത്തെ വിളിക്കുവാൻ തക്കോണം ചെന്ന് ഇദ്ദേഹത്തെ വിളിച്ച് വണ്ടിയിൽ കയറ്റി. ഈ അച്ഛൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ, അച്ഛൻ അവനെ ഞാൻ വണ്ടിയിൽ കയറ്റിക്കഴിഞ്ഞ് ഏതാണ്ട് പകുതിയോളം 2 കിലോമീറ്റർ കഴിഞ്ഞപ്പം യവൻ എൻ്റെ വണ്ടിക്കകത്ത് മുഴുവൻ ഒമിറ്റ് ചെയ്ത് ഛർദ്ദിച്ച. ഞാൻ ഒരു പരുവത്തിൽ അത്യാവശ്യമുള്ള തുണി കൊണ്ട് തുടച്ച് ഞാൻ അവനെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിലാക്കി ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ വന്ന് ലെതർ സീറ്റായതുകൊണ്ട് ഞാൻ ഓസ് ഉപയോഗിച്ച് വെള്ളമടിച്ച് അതിനകം കഴുകിക്കഴിഞ്ഞ് കുളിച്ച് അത്താഴം കഴിക്കാൻ വന്നിരുന്നപ്പം ഒരു വല്ലാത്ത ഉളുത്ത നാറ്റം, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇന്ന് 2 ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട്. ഞാൻ ചോദിച്ചു, അച്ഛാ, ഈ അമ്മാമയും കൊച്ചുങ്ങളും ഇതുപോലെ എത്രയോ രാത്രികളിൽ നിങ്ങൾ ഇതുപോലെ ഈ പെരയ്ക്കുള്ളിൽ ചെയ്തിട്ടുള്ളത് മാറിയിട്ടുണ്ട്. ഇവരെത്രയോ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, സത്യമാണ്, അച്ഛൻ പറയുന്നത് സത്യമാണ്. പക്ഷേ അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇതിന് ഇത്രയും നാറ്റവും ഇത്രയും രൂക്ഷമായ ഗന്ധവും ഇത്രയും വൃത്തികെട്ടതായിരുന്നു ഇതെന്ന് ഞാൻ അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ 2 വർഷം അതിൽ നിന്ന് അകന്നു നിന്നപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ഇത് മ്ലേച്ഛമെന്ന്. ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ വലുതെന്ന് നമ്മൾ കരുതി ചില പാപത്തിൻ്റെ അനുഭവങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ തീവ്രത നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. കുറെ നാളുകൾക്ക് മുമ്പ് വെറും 48 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ ജീവിതത്തെ, ശരീരത്തെ കമ്പോളത്തിന് വിട്ടുകൊടുത്ത് ആവോളം ആസ്വദിക്കുകയും ജീവിതത്തെ പലപ്പോഴും നിശാബോധകൾ തെറ്റിപ്പോയ അനുഭവങ്ങളിൽ ജീവിക്കുകയും ചെയ്ത 48 വയസ്സ് മാത്രം പ്രായമുള്ളൊരു സ്ത്രീയെ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ICU യൂണിറ്റിൽ വല്ലാത്ത സാഹചര്യത്തിൽ അവരെ കാണുവാൻ പോകേണ്ടതായിട്ട് വന്നു. അവിടെ ചെന്ന് ഞാൻ ICU യൂണിറ്റിൽ ചെല്ലുമ്പോൾ ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു ജപമാലയുണ്ട്, ഇപ്പുറത്ത് വചനോത്സവത്തിന്റെ ഒരു പുസ്തകവുമുണ്ട്. ആ സ്ത്രീക്ക് നല്ല ബോധ്യമുണ്ട്, അവരെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന്. ചെന്നു പ്രാർത്ഥിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്ത്രീ എൻ്റെ കരങ്ങളിൽ പിടിച്ച് അവര് നിലവിളിച്ചു പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എൻ്റെ കർണങ്ങളിൽ ഇങ്ങനെ വല്ലാതെ തേങ്ങി മുഴങ്ങുകയാ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ അവരുടെ മുഖത്തേക്ക് വെച്ചിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഇത്രയും നാള് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ആസ്വദിച്ചതും എൻ്റെ ജീവിതം കൊണ്ട് ചെയ്തു കൂട്ടിയതുമായ സന്തോഷത്തിനും സുഖത്തിനും അപ്പുറം ഈ 2 ആഴ്ചക്കാലം കൊണ്ട് ഈ ICU യൂണിറ്റിൽ ഈ കിടക്കയിൽ കിടന്ന് ഞാൻ നരകിക്കുന്നു എന്ന് സ്ത്രീ വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, ആർക്കും അത്തരത്തിൽ സംഭവിക്കുവാൻ ദൈവം ഇടയാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നൊയമ്പ് കാലം നമ്മുടെ വിശുദ്ധ അനുഭവങ്ങളെ ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധനാകുന്ന പൗലോസ്ലീഹ വിളിച്ചു പറയുന്നു, ദുർനടപ്പ് വിട്ടോടുവിൻ, മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു, എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ജീവിതത്തിൽ വിശുദ്ധിയുടെ അനുഭവങ്ങളെ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിലെ സന്തോഷങ്ങളും ആനന്ദങ്ങളും അവയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ്, പ്രിയപ്പെട്ടവരെ, pleasure is momentary, but pleasure will turn into pain.
ആഹ്ലാദങ്ങളൊക്കെ നൈമിഷികമാണ്, അത് വേദനയായി മാറും. എല്ലാ രോഗവും പാപരോഗമാകണമെന്നില്ല, പക്ഷേ ചിലതൊക്കെ പാപരോഗമാകുവാൻ കാരണമുണ്ട്. കാരണം പക്ഷവാതക്കാരനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ യേശുതമ്പുരാന്റെ മുമ്പിലേക്ക് 4 പേർ ചേർന്ന് കെട്ടിയിറക്കുമ്പോൾ പക്ഷവാതക്കാരനോട് തമ്പുരാൻ പറയുകയാണ്, മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നിന്റെ കിടക്കെടുത്ത് നീ നടന്നുകൊള്ളുക. എല്ലാ പാപവും എല്ലാ രോഗവും പാപങ്ങൾ മൂലമുള്ള രോഗമാകണമെന്നില്ല, പക്ഷേ ചിലത് രോഗം പാപത്തിന്റെ രോഗങ്ങളാകാം. അതുകൊണ്ട് തമ്പുരാൻ അവനോട് പറഞ്ഞു, നീ തളർന്നു കിടക്കുന്നത് അവന്റെ പാപമാണെന്നുള്ള ബോധ്യത്തിൽ തമ്പുരാൻ അവനോട് പറഞ്ഞു, മകനെ നിന്റെ പാപം മോചിച്ചിരിച്ചു, നിന്റെ കിടക്കിയെടുത്ത് നീ നടന്നുകൊള്ളുക. നൊയമ്പിന്റെ പ്രമയോത്സവങ്ങളിലൊക്കെ പിതാക്കന്മാർ വളരെ ശക്തമായി നിരന്തരം ദൈവസന്നദ്ധിയിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ച എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് ഇപ്രകാരമാണ്: യഹോവയാം ദൈവമേ, ഞങ്ങളുടെ യൗവനകാലത്തെ പാപങ്ങളെ നീ ഓർക്കരുതേ, പാപം മൂലം ഞങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള രോഗങ്ങളെ നീ നീക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ നൊയമ്പ് ദൈവസന്നദ്ധിയിൽ അങ്ങനെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. വൈദ്യശാസ്ത്രം നമ്മുടെ തലച്ചോറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: പാർട്ട് ഓഫ് ബ്രെയിൻ അസോസിയേറ്റഡ് വിത്ത് ദ വിൽ പവർ വിച്ച് ബിക്കം വീക്കൻഡ് ബൈ ആൽക്കഹോൾ, നിക്കോട്ടിൻ ആൻഡ് പാഷൻ. നമ്മുടെ തലച്ചോറ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തിയുമായി ബന്ധപ്പെട്ട. ലഹരി ഉണ്ടെങ്കിൽ, നിക്കോട്ടിൻ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പാഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, ദൈവസന്നദ്ധിയിൽ ഇച്ഛാശക്തിയെ പൂർണ്ണമാക്കുവാനുള്ള മാർഗമാണ് ഈ നൊയമ്പിൻ്റെ കാലഘട്ടം. തമ്പുരാൻ രണ്ടാമതായി നമ്മുടെ അരുഷ്ടതയോട് ഇപ്രകാരം ചോദിച്ചു: നീ ചെയ്യുന്നത് എന്താ? അരുതാത്തത് ജീവിതത്തിലുണ്ടെങ്കിൽ വിടുവാൻ്റെ കോണ് നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായി ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം: എവിടെ നിന്റെ സഹോദരൻ? എവിടെ നിന്റെ സഹോദരൻ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് പരിചയമുണ്ട്. കായീൻ ഹാബേലിനെ കൊന്ന് കളഞ്ഞതിന് ശേഷം യഹോവയാം ദൈവം അവനടുക്കൽ വന്ന് അവനോട് ചോദിക്കുകയാണ്: എവിടെ നിന്റെ സഹോദരൻ? നമ്മുടെ ജീവിതത്തിലെ അരിഷ്ടതകളിലെ മൂന്നാമതായി രാത്രികാലം തമ്പുരാൻ നമ്മളോട് എവിടെ നിന്റെ സഹോദരൻ എന്ന് ചോദിക്കുമ്പോൾ, വേർ ഈസ് യുവർ ബ്രദർ? ഈ നൊയമ്പ് നമ്മുടെ സഹോദരങ്ങളെ തേടലാണ് പ്രിയപ്പെട്ടവരെ. നൊയമ്പ് ജീവിതത്തിന്റെ തുടക്കം മുതൽ ശീലിച്ച യോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ നൊയമ്പും അവന്റെ ജീവിതത്തിന്റെ പ്രതാപവും തൻ്റെ സഹോദരങ്ങളുടെ വിശപ്പടക്കുന്ന അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ്. നൊയമ്പ് നമ്മുടെ സഹോദരങ്ങളെ തേടലാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, യോസഫിന്റെ സഹോദരങ്ങൾ അവനെ വളരെ ചെറുപ്പത്തിൽ തന്നെ പൊട്ടക്കിണറ്റിലിട്ടിട്ടുണ്ട്, മിസ്രൈമ്യർക്ക് അടിമയായി വിറ്റു. തൻ്റെ ചെറുപ്പകാലം, യൗവനവും തൻ്റെ കൗമാരവും യൗവനവും ഒക്കെ തൻ്റെ പിതാവിനോടൊപ്പം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവങ്ങളിൽ ജീവിക്കേണ്ടുന്ന യോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിലെ പൈതൽ പ്രായം മുതൽ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും അടിമത്തത്തിൻ്റെ അനുഭവങ്ങളിലായിരുന്ന അവൻ്റെ വിശുദ്ധ നൊയമ്പ്. പക്ഷേ ജീവിതത്തിൽ മിസ്രൈമിന്റെ പ്രതാപവാനായി യോസഫ് വാഴുമ്പോഴും അങ്ങ് തൻ്റെ പിതൃ സഹോദരങ്ങൾക്ക് വിശപ്പിൻ്റെ അനുഭവം മാറ്റുവാൻ തക്കവണ്ണം യോസഫ് മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലരൊക്കെ നമ്മളെ വഴികാട്ടിയവരായിട്ടുണ്ട്. ചില സഹോദരങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉയർത്തിയിട്ടവരുണ്ട്. പക്ഷേ എവിടെയോ എപ്പോഴോ ഒക്കെ ചില അനുഭവങ്ങൾ മൂലം ചെറിയ എന്തിൻ്റെങ്കിലും പേരിൽ എത്രയോ വിള്ളലുകൾ സംഭവിച്ചു പോയ സഹോദരി ബന്ധങ്ങൾ. ഈ നൊയമ്പും ഈ പെരുന്നാളും നമ്മളെ മാടി വിളിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നിന്റെ സഹോദരനെ ചേർത്ത് നിർത്തുവാനാണ്. സഹോദര്യ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യ ജീവിതത്തിൽ നൊയമ്പ് നമ്മുടെ സഹോദരങ്ങളെ തേടുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. സമൃദ്ധിയുടെ ഒരു പഴയകാലമെന്ന് ഞാൻ വിളിക്കും. പക്ഷേ ജീവിതത്തിൽ ഇല്ലായ്മയുടെ കാലമായിരുന്നായിരിക്കാമെന്നും നമുക്കറിയാം. ഒരു കാലത്ത്, പഴയ കാലത്ത് ആദ്യം നമ്മൾ ഭക്ഷണം വിളമ്പുന്ന ആർക്കാ?
ആർക്കാ ഭക്ഷണം വിളമ്പുന്നത്? ആർക്കാ ആദ്യം ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്? നമ്മുടെ അപ്പനാ. ആദ്യം ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന പഴയ കാലത്ത് നമ്മുടെ അപ്പനാ. അപ്പൻ ഈ ഭക്ഷണം എന്നിട്ട് കുഞ്ഞുങ്ങൾക്കും വിളമ്പി കൊടുക്കും. ഒരുപക്ഷെ ഇല്ലായ്മയുടെ കാലത്തോ അല്ലെങ്കിൽ ഇല്ലായ്മയുടെ ദിവസമോ ഈ അപ്പൻ അഞ്ചായിട്ട് അപ്പൻ്റെ വിളമ്പി വെച്ചിരിക്കുന്നത് പകുക്കും. ഇല്ലെങ്കിൽ ഒരു ഉരുളയെങ്കിലും ഉരുട്ടി ഈ മക്കളുടെ വായുകളിൽ വെച്ച് കൊടുക്കും. നമ്മളൊക്കെ ആവോളം ആസ്വദിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങൊടുക്കം ഈ അപ്പനും മക്കളുമൊക്കെ പോയി കൈയിടുമ്പോൾ അപ്പൻ ഇതിനകത്തൊരു പകുതി മാറ്റി വെച്ചേക്കും. ഒരു മീനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കഴിക്കും, മറുഭാഗം കഴിക്കാതെ വെച്ചേക്കും. ആർക്കാ? അമ്മച്ചിക്ക. ഈ അപ്പനറിയാം, ഇനി ആ അടുക്കളയിൽ ആ കലത്തിൽ ഒരണി അരി പോലുമില്ല, സർവ്വതും എൻ്റെയും മക്കളുടെ മുമ്പിൽ വിളമ്പിയിരിക്കുന്നു. അപ്പനും പിള്ളേരും പോയി കൈയിടുമ്പോൾ അമ്മച്ചി ഇതെടുത്ത് വളരെ സന്തോഷത്തോടുകൂടെ ഇതിൽ നിന്ന് ഭക്ഷിക്കും. ഇന്നങ്ങനെ അല്പം നീക്കി വെച്ചാൽ പിന്നെ ഇയാൾ എച്ചിൽ തിന്നാനല്ലേ എനിക്ക് സമ്പത്ത് തന്നെ ഇവിടെ കെട്ടിച്ചെന്ന് ചോദിക്കുന്ന പുത്തൻ തലമുറയിലെ ഫെമിനിസ്റ്റുകളായ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബജീവിതത്തിൻ്റെ ചില ലാളനകളുണ്ട്, കുടുംബജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്, പകർന്നു നൽകുവാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഈ തരത്തിലുള്ള അനുഭവങ്ങളിൽ അന്നില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ ഒരു ഇച്ചിരി ചമ്മന്തിയും ഒരു മുളകുമൊക്കെ അരച്ച് നമ്മൾ കഴിച്ചിട്ടുള്ള കഞ്ഞിയുടെ രുചി ഇന്ന് വൈകുന്നേരങ്ങൾ നമ്മൾ ഇറങ്ങി നടന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ആവുന്ന ചിക്കൻ ടിക്കായ്ക്കോ ഷവായ്ക്കോ ഷവർമ്മയ്ക്കോ അങ്ങനെയുള്ള എന്തിനെങ്കിലും തരുവാൻ സാധിക്കുന്നുണ്ടോ? ഒരുമിച്ച് കളിച്ച് നടന്ന് ചേർത്ത് പിടിച്ച് കുഞ്ഞുനാൾ മുതൽ കൂടെ നടന്ന ആത്മബന്ധം, ഒരു ഉദരത്തിൽ പിറന്ന സഹോദരങ്ങൾ എന്തിൻ്റെയൊക്കെ പേരിൽ, നിസാര കാര്യങ്ങളുടെ പേരിൽ കൊടുവാളെടുത്ത് വെട്ടുന്ന അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന തലങ്ങളിൽ ഈ നൊയമ്പ് നിന്റെ സഹോദരനെ തേടിപ്പിടിക്കുവാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. പ്രായമേറെ ചെന്നിട്ടും എന്തേ പ്രിയപ്പെട്ട സഹോദര നീ കല്യാണം കഴിക്കാൻ എന്ന് ചോദിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ ഉത്തരം എനിക്ക് വല്ലാതെ രസകരമായി തോന്നി. ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഇപ്രകാരം: അച്ഛാ, ഇന്ന് വരെയും എന്നേക്കാൾ അധികമായി എനിക്ക് സ്നേഹിക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയിട്ടില്ല. ശരിയാണ്, ജീവിതത്തിൽ പലരുടെയും കുഴപ്പം ഇത് തന്നെയാണ്. നമ്മളെക്കാൾ അധികമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതെ പോകുന്ന ചില അനുഭവം. MD വാസുദേവൻ നായരുടെ ഒരു കഥാപാത്രം ഇപ്രകാരം അങ്ങൊടുവിൽ ജീവിതത്തിന്റെ നല്ല നാളുകളൊക്കെ പൊഴിഞ്ഞുപോയി അവസാനം ഇപ്രകാരം തൻ്റെ കാമുകനോട് വിളിച്ചു പറയുകയാണ്: ഇയാൾ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, നിങ്ങളൊരൊറ്റയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നീ നിന്നെ തന്നെ മാത്രം, അത് നിങ്ങളെ തന്നെയാണ്. MDയുടെ ആ കഥാപാത്രം വായിച്ചിട്ടുള്ളവർക്കൊരു പക്ഷേ ഹൃദയത്തിൽ തട്ടുന്നുണ്ടാവാം. സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സെൽഫ് ലവും കണ്ടീഷൻ ലവും നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ജീവിതത്തിൽ ഈ പെരുന്നാളിൽ, ജീവിതത്തിൽ ഈ നൊയമ്പിൽ നമ്മുടെ ജീവിതത്തിലെ രണ്ട് സ്നേഹങ്ങൾ വിട്ടുകളയണം. ഒന്ന് സെൽഫ് ലവ്, സ്വയ സ്നേഹം, മറ്റൊന്ന് കണ്ടീഷൻ ലവ്, എന്നെ സ്നേഹിച്ചാൽ മാത്രം ഞാനും സ്നേഹിക്കാമെന്ന് പറയുന്ന അനുഭവം. കുടുംബജീവിതത്തിൻ്റെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും ഇടങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് ഈ രണ്ട് സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ്. മഹാഭാരതത്തിൽ ഛായാമുഖി എന്ന് പറയുന്ന ഒരു കണ്ണാടിയുണ്ട്. മഹാഭാരതത്തിലെ ഛായാമുഖി അതിപ്രകാരം വനവാസത്തിൻ്റെ കാലഘട്ടങ്ങളിൽ വല്ലാതെ കണ്ട് ഭീമനോട് അനുരുക്തയാകുന്ന ഹിഡുംബി രാക്ഷസി ഭീമന് സമ്മാനിക്കുന്ന കണ്ണാടിയാണ് ഛായാമുഖി. ഈ ഛായാമുഖിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഛായാമുഖിയിലേക്ക് നോക്കിയാൽ അയാളുടെ മുഖമല്ല അതിനകത്ത് പതിയുന്നത്, മറിച്ച് അയാൾ ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്ന ആളുടെ മുഖമായിരിക്കും ഇതിനകത്ത് പതിയുന്നത്. ഈ ഛായാമുഖി അച്ഛാ കൊള്ളാമല്ലോ വെച്ചാൽ ഈ സംഭവം എവിടെ നിന്നെങ്കിലും കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് നമ്മളെല്ലാം ചിന്തിച്ചു പോകും. കാരണം കൂടെ ഇരിക്കുന്നവൻ്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങളിൽ, ജീവിതത്തിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഏതെങ്കിലും ചെറിയ അനുഭവങ്ങൾ പോലും മനസ്സ് പരസ്പരം തിരിച്ചറിയാൻ പോകാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മളും ആഗ്രഹിച്ചു പോകും ഇതുപോലെ ഒന്ന് കിട്ടിയെങ്കിൽ. തരാനൊരു നിർവാഹമില്ല, കാരണം അത് നശിക്കപ്പെട്ടു. അങ്ങനെ ഭീമന് ഹിഡുംബി കണ്ണാടി കൊടുക്കും. ഭീമൻ ഇത് നോക്കുമ്പോൾ ഹിഡുംബി രാക്ഷസി ഒളിഞ്ഞു നോക്കും. പക്ഷേ ഭീമൻ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് പാഞ്ചാലിയുടെ മുഖമാണ് തെളിയുന്നത്. ഭീമൻ കൊണ്ടുവന്ന് പാഞ്ചാലിക്ക് കൊടുക്കും. പാഞ്ചാലിക്ക് കൊടുക്കുമ്പോൾ അതിൽ തെളിയുന്നത് അർജുനന്റെ മുഖമാണ്. അർജുനന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഈ കണ്ണാടി കൈമറിഞ്ഞ് അവസാനം
നീചകനാകുന്ന കീചകന്റെ പക്കൽ ഈ കണ്ണാടി എത്തും. കീചകൻ ഇത് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പ്രിയമുള്ളവരെ, കീചകന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കീചകൻ ഈ കണ്ണാടി ഉടച്ച് നശിപ്പിച്ച് കളയുക. നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ലവും കണ്ടീഷൻ ലവും നമ്മളെ എത്തിക്കുന്നത് ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ തലമുറകൾ പോലും ആ തരത്തിലല്ലേ നമ്മൾ പകർന്നവരെ പഠിപ്പിക്കുന്നത്. പഠനത്തിൻ്റെ അന്തരീക്ഷമായാലും കുടുംബ അന്തരീക്ഷമായാലും നമ്മുടെ തലമുറകൾക്ക് വിട്ടുകൊടുക്കുവാനും ഒഴിഞ്ഞു കൊടുക്കുവാനും പോട്ടെന്ന് പറയുവാനും നമ്മുടെ തലമുറകളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഈ നൊയമ്പ് നമ്മുടെ തലമുറകളെ ആ തരത്തിലേക്ക് പഠിപ്പിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഭാരത സംസ്കാരത്തിൻ്റെ അനുഭവങ്ങളും ഗുരുകുല വിദ്യാഭ്യാസങ്ങളുമൊക്കെ നമുക്ക് പകർന്നു നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ എന്താണ്? അത് പലപ്പോഴും കോമ്പറ്റീഷൻ്റെ അനുഭവങ്ങളായി തീരുമ്പോൾ ആർഷഭാരത സംസ്കാരത്തിലെ സനാതനധർമ്മത്തിൽ ഋഷിവര്യന്മാർ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ തങ്ങളുടെ ശിഷ്യന്മാർക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കുവാൻ അവനെ ആദ്യം വിളിച്ചു വരുത്തുമ്പോൾ അവന് മുമ്പിൽ ചൊല്ലി അവനെ പഠിപ്പിച്ചിരുന്നത് ഇപ്രകാരമാണ്: ഓം സഹനാവവക്തു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവഹീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, ഞാനീ പകർന്നു കൊടുക്കുന്ന അറിവ് എനിക്കും അവനും നന്മയ്ക്കും മുഖാന്തരമായി തീരണം. ലോകത്തിൽ സർവരുടെയും അനുഗ്രഹത്തിന് പരിപാത്രമായി ഈ അനുഭവം തീരണം. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അറിവ് മൂലം എനിക്കും അവനുമിടയിൽ യാതൊരു വിധമാകുന്ന വിദ്വേഷവും ഉണ്ടാകരുത്. സർവ്വലോകത്തിനും ശാന്തിക്കായി ഇത് ഭവിക്കണം. നമ്മുടെ പുത്തൻ തലമുറകൾക്ക് ഈ അനുഭവങ്ങളെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെ സ്വയം സ്നേഹികളായി തീരുക. എന്തുകൊണ്ടാ ഒരു കുഞ്ഞൊരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈദ്യശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട്, അന്ന് വരെ അവൻ സ്വസ്ഥമായി കിടന്ന അവൻ്റെ വാടക വീട് അവന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവൻ കരയുന്നത്. ട്രോമ എന്നവിടെ എഴുതി വെക്കുമ്പോൾ ആ ആഘാതം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് തന്നെയാണ്. നമ്മളൊരു ഫോട്ടോ എടുത്താൽ, ഒരു സെൽഫി എടുത്താൽ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയാൽ നമ്മൾ ആദ്യം നോക്കുന്ന ആരാ? അതിൽ നമ്മളെയല്ലേ നമ്മൾ നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറയുന്ന ഭാവം മാറണം. ഈ നൊയമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. മദർ തെരേസ ഇപ്രകാരം വിളിച്ചു പറയുന്നു: എവറി മൂമെന്റ് ഐ കിൽ മൈസെൽഫ് സോ ദാറ്റ് എവറി മൂമെന്റ് ജീസസ് മേ ടേക്ക് ബർത്ത് ഇൻ മീ. ഞാൻ ഓരോ നിമിഷവും എന്നെ തന്നെ കൊല്ലുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഓരോ നിമിഷവും രൂപപ്പെടുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യൂഹാനോന്മാബ്ദാനയുടെ വലിയ ഒരു മന്ത്രോച്ചാരണം നമ്മുടെ ഹൃദയങ്ങളിൽ നിൽക്കേണ്ടുന്നത് ആവശ്യമാണ്. അത് നമ്മുടെ ധ്യാനമായി ഈ നൊയമ്പ് കാലത്ത് തീരണം. അവനോ വളരണം, ഞാനോ കുറയണം. അവനോ വളരണം, ഞാനോ കുറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ അരിഷ്ടതകൾക്ക് മുമ്പിൽ തമ്പുരാൻ 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു. ഒന്ന്, നീ എവിടെ? ഒന്ന്, നീ ചെയ്യുന്നത് എന്താ? ഒന്ന്, നിന്റെ സഹോദരൻ എവിടെ? അരിഷ്ട മനുഷ്യൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് ഓർത്തെടുക്കാം. രണ്ടാമത്തെ മനുഷ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. അത് ക്രിസ്തയേശു എന്ന മനുഷ്യൻ. ക്രിസ്തയേശു എന്ന മനുഷ്യൻ പൗലോസ്ലീഹ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, റോമാക്കാർക്ക് പരിചയമുള്ള അനുഭവങ്ങളിലാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ടെലേപോറോസ് എന്ന് വിളിച്ചു പറഞ്ഞ അരുട്ട മനുഷ്യൻ ഇങ്ങനെ വഴിയരികിൽ കിടക്കുമ്പോൾ അവനെ രക്ഷിക്കുവാൻ മറ്റൊരാൾക്ക് സാധിക്കും. ആ വഴിയെ പോകുന്ന സന്മനസ്സുള്ള ഏതെങ്കിലും ഒരുവന് അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ ആ ശവത്തിൽ നിന്ന് അഴിച്ചു മാറ്റാം. പക്ഷേ അതിനൊരു ക്ലോസ് ഉണ്ട് റോമ നിയമപ്രകാരം. ആ ക്ലോസ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഈ നന്മയുള്ള മനുഷ്യൻ ആ മനുഷ്യനെ അഴിച്ചു മാറ്റിയിട്ട് ഈ നന്മയുള്ള മനുഷ്യൻ അതിൽ കെട്ടപ്പെട്ട് കിടക്കണം. ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് നമ്മുടെ തമ്പുരാനെ വിവരിച്ചു കൊടുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പാപത്തിൻ്റെ അനുഭവങ്ങൾക്ക് മുമ്പിൽ പാപമില്ലാത്തവനായ തമ്പുരാൻ ബലിയായി തീർന്ന ക്രിസ്തു. അതുകൊണ്ട് യോഹന്നാൻ മാബ്ദാന വിളിച്ചു പറയുന്നുണ്ട്, ഇപ്രകാരമാണ് പറയുന്നത്: ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമുക്കാരാണ്?
ക്രിസ്മസിൻ്റെ നാളുകൾ കഴിഞ്ഞിട്ട് ഏറെക്കാലമായില്ലല്ലോ. ശീതരാവിൽ വന്ന് പിറന്ന ക്രിസ്തുവിനെ കാലിത്തൊഴുത്തിൽ ചേർന്ന് നിന്നുകൊണ്ടൊരു മനുഷ്യൻ ഇപ്രകാരം ചോദിക്കുകയാണ്, അല്ലയോ ക്രിസ്തുവേ, ഇത്ര കണ്ട് ഈ ശീതരാവിൽ ഈ മഞ്ഞനുഭവങ്ങളിൽ നീ എന്തിനു വന്നിവിടെ പിറന്നു? ക്രിസ്തു അവനോട് പറയുകയാണ്, മകനെ, നിന്റെ ജീവിതത്തിലെ മരവിപ്പിൻ്റെ അനുഭവങ്ങളിൽ, നിന്റെ ജീവിതത്തിലെ മരവിച്ച ജീവിത നിമിഷങ്ങളിൽ നിന്റെ ദൈവമായ ഞാൻ മരവിപ്പിൻ്റെ അനുഭവങ്ങളിലാണ് പിറന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുവാൻ ഞാനിവിടെ പിറന്നു. വീണ്ടും ക്രിസ്തുവിനോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ലയോ ലോകരക്ഷിതാവായ ദൈവപുത്ര, നീ എന്തുകൊണ്ട് ഈ കാലിത്തൊഴുത്തിൽ ഈ മൃഗങ്ങൾക്കിടയിൽ നീ വന്നു പിറന്നു? ക്രിസ്തു പറയുകയാണ്, മകനെ, നിന്റെ മൃഗീയ വാസനകളെ സ്വർഗീയ വാസനകളാക്കുവാൻ ഞാനിവിടെ വന്ന് പിറന്നു. വീണ്ടും ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, രാജാവായി പിറക്കേണ്ടുന്ന ചരിത്രത്തിന്റെ താളുകളിലുടനീളം മശിഹായുടെ കാലമെന്നും രാജാതിരാജനെന്നും വിളിച്ച നീ എന്തുകൊണ്ട് കീറ്റശീലകളാൽ പുതിയപ്പെട്ട അർത്ഥനഗ്നനായി ഈ കാലിത്തൊഴുത്തിൽ പിറന്നു? ക്രിസ്തു പറയുകയാണ്, നിന്റെ ഇല്ലായ്മകളിൽ, നിന്റെ വല്ലായ്മകളിൽ നീ വല്ലാതെ കണ്ടു വേദനിക്കുമ്പോൾ നിന്റെ ദൈവം കീറ്റുശീലകളാൽ ദരിദ്രനായി തന്നെയാണ് പിറന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുവാനാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച സ്നേഹമാണ് ക്രിസ്തു. സൃഷ്ടി നടത്തിയ കരം, സൗഖ്യം നൽകിയ കരം, ആണികളാൽ അടിക്കപ്പെട്ട കരമായി അവൻ്റെ കരം മാറി. എന്തിനാ? എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഇന്ന് പലപ്പോഴും ക്രിസ്തു നമ്മുടെ തിരുവചന പ്രഘോഷണങ്ങളിലും ആരാധനകളിലും ഇല്ലാതെ പോകുന്നൊരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ സാംശീകരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മവും ക്രിസ്ത്യാനിയുടെ ലക്ഷ്യവും. ഈ നൊയമ്പ് ക്രിസ്തുവിനെ തേടുവാൻ നമ്മളോട് പറയുന്നുണ്ട്. ക്രിസ്തു നമുക്കാരാണ്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നൽകിയവനാണ് ക്രിസ്തു. ആശ്രയിക്കുവാൻ വേറെ ആരുമില്ലാതെ പോകുമ്പോഴും നിനക്ക് ആശ്രയിക്കുവാനുള്ള ഇടമാണ് ക്രിസ്തു. ശലോമോൻ ദേവാലയം പണിഞ്ഞിട്ട് ഇപ്രകാരം ദൈവസന്നിധിയിൽ ചില പ്രാർത്ഥനകളെ സമർപ്പിക്കുമ്പോൾ അങ്ങൊടുക്കം തമ്പുരാൻ അവനോട് പറയുന്നത് ഇപ്രകാരമാണ്, ശലോമോനെ, നീ പണിഞ്ഞ ഈ ആലയത്തിൽ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും അവിടെ ഉണ്ടാകും. ഈ ആലയത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ നനഞ്ഞ കണ്ണുകളെ കാണുന്ന ദൈവത്തിൻ്റെ കണ്ണുകളുണ്ടെന്ന് വിശ്വസിപ്പാൻ നമുക്ക് സാധിക്കണം. കലങ്ങിയ മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ വല്ലാതെ കൊണ്ട് നൊമ്പരപ്പെടുന്ന നമ്മുടെ ഹൃദയത്തെ തിരിച്ചറിയുന്നൊരു ഹൃദയം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. പാപത്തിൻ്റെ പരിഹാരമായി ക്രിസ്തു നമുക്ക് മുമ്പിൽ അവതരിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പാപത്തെ അവൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഇറക്കി വെക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ പരിശുദ്ധമാകുന്ന സഭയിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കൂദാശയാണ് പാപപരിഹാരത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുമ്പസാരം. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ചിലരുടെ കുബുദ്ധികളുടെ അനുഭവങ്ങളിൽ, ചില തർക്കങ്ങളുടെ അനുഭവങ്ങളിൽ വളരെ സൂക്ഷ്മവും ശക്തമായി ചിലതൊക്കെ തകർക്കുവാൻ വേണ്ടുന്ന അനുഭവങ്ങളിൽ ചിലരൊക്കെ ആ കൂദാശയെ വല്ലാതെ കണ്ട് വ്യാഖ്യാനിക്കുകയും സമൂഹ മധ്യത്തിൽ ആ കൂദാശയുടെ പവിത്രതയെ വിട്ടുകളയുമാറ് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേയെങ്കിൽ ആ കൂദാശയുടെ തീവ്രത തിരിച്ചറിയുവാൻ തക്കവണ്ണം പര്യാപ്തമാകുന്നൊരനുഭവം ജോയ്സ് മേയർ എന്ന് പറയുന്ന ആംഗലേയ പ്രസംഗകയെ നമുക്ക് പരിചയമുണ്ട്. ഈ ജോയ്സ് മേയർ അവരുടെ അടുത്ത് വന്നൊരു സ്ത്രീ തൻ്റെ ജീവിതത്തിലെ ഒരു കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തണം, സമൂഹ മധ്യത്തിൽ കുമ്പസാരത്തെക്കുറിച്ച് പറയണം. ഒരിക്കലും ഒരു പ്രൊട്ടസ്റ്റന്റ് അനുഭവങ്ങൾ നിൽക്കുന്ന ജോയ്സ് മേയറിനത് രേഖപ്പെടുത്തേണ്ടതോ എഴുതേണ്ടതോ ആയ ആവശ്യമില്ല. പക്ഷേ നിരന്തരമായി ഈ സ്ത്രീയുടെ നിലവിളിയും പറച്ചിലും മൂലം ആത്മാവിൻ്റെ യുദ്ധക്കളം എന്ന മലയാള പരിഭാഷയുടെ ഒരു പുസ്തകത്തിൽ ജോയ്സ് മേയർ അത് രേഖപ്പെടുത്തുന്നുണ്ട്. കുമ്പസാരത്തെക്കുറിച്ച് ഒരു സ്ത്രീ, അതിപ്രകാരമാണ് സംഭവം. ആ സ്ത്രീ 9 മാസം തൻ്റെ ഉദരത്തിൽ വഹിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വെച്ച്, കൺമുമ്പിൽ വെച്ച് തൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഓമനത്വമുള്ള ഒരു പെൺകുഞ്ഞിനാണ് ഈ സ്ത്രീ ജന്മം നൽകിയത്. ഇവരുടെ ഒരു പ്രണയവിവാഹമായിരുന്നത് കൊണ്ട് വീട്ടുകാരൊക്കെ എതിർത്താണ് ഈ കല്യാണം അവർ നടത്തിയത്.
ആരും സഹായിപ്പാനില്ലാതെ ഈ സ്ത്രീ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി വലിയ അനുഭവങ്ങളിൽ എത്തിച്ചു. അങ്ങനെ അവൾക്ക് ജോലിക്കായി വിദേശത്തേക്ക് അവളെ വിട്ടു. 1.5 വർഷക്കാലം ഈ പെങ്കൊച്ചി അമ്മയെ വിളിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 6 വർഷക്കാലം 6.5 വർഷക്കാലം ഈ പെങ്കൊച്ചിൻ്റെ ഒരു അറിവുമില്ല. ഈ അമ്മ വല്ലാതെ കണ്ട് നൊമ്പരപ്പെട്ടു. ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ, നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു പോകുന്ന അനുഭവങ്ങളിൽ പിന്നെ നമ്മുടെ ഇച്ഛയിലേക്ക് വന്നുകൂടുന്ന ഒന്നാണല്ലോ ആത്മഹൂതി. ഈ അമ്മയും ഇനി ഞാനെന്തിന് ജീവിക്കണം, ഇനി ഞാനെന്തിന് ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയണം, ഇത്ര നാളും ഞാൻ ജീവിച്ചതും വളർത്തിയതും കഷ്ടപ്പെട്ടതുമൊക്കെ എൻ്റെ മകൾക്ക് വേണ്ടിയാണല്ലോ. ഇന്നിതാ 6.5 വർഷക്കാലമായി അവിടെ ഒരു അറിവുമില്ല, ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്നെനിക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് ഈ അമ്മ വിചാരിച്ചു, ഒരു വിഷക്കുപ്പിയെടുത്തു കയ്യിൽ വെച്ച ഈ അമ്മ കുടിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഈ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വല്ലാതെ അവരുടെ മനസ്സിലും ചെവിയിലും ഒരു മുട്ടൽ, ദേവാലയത്തിൽ വരെ ഒന്ന് പോകാം. ഈ അമ്മ ചെന്നു വൈദികനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈദികൻ പറഞ്ഞൊരു കുമ്പസാരം നടത്താൻ പറഞ്ഞു. ഈ അമ്മ കുമ്പസാരം നടത്തി മടങ്ങി ഭവനത്തിലേക്ക് പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ടും വല്ലാത്ത കണ്ട് തീവ്രമാകുന്ന വേദനാനുഭവം ഇവരെ അലട്ടുകയാണ്. വീണ്ടും ആത്മഹത്യ തന്നെ, വേറെ ഗതിയില്ല എന്ന ചിന്ത ഇവരെ അലട്ടിയപ്പോൾ 2 ആഴ്ചക്കാലം തന്നെ വഴി നടത്തിയത് ദേവാലയമാണല്ലോ എന്ന ബോധ്യത്തിൽ വീണ്ടും വൈദികന്റെ മുമ്പിൽ ചെന്നു. അച്ഛൻ ചോദിച്ചു, സത്യകുമ്പസാരമാണോ നടത്തിയത്? ആന്ന്, സത്യകുമ്പസാരമാണ് അച്ഛൻ നടത്തിയത്. അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച ഒരു കുമ്പസാരം നടത്തുവാൻ ആവശ്യപ്പെട്ടു. ഈ സ്ത്രീ ദൈവസന്നിധിയിൽ 10 മിനിറ്റ് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച കുമ്പസാരം നടത്തി. വൈദികന്റെ മുമ്പിൽ വന്ന് കുരിഞ്ഞു നിറഞ്ഞ് അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ദൈവസന്നിധിയിൽ. അന്നുവരെ അവരുടെ ജീവിതത്തിൽ തെറ്റായിരുന്നെന്നോ പാപമായിരുന്നെന്നോ മ്ലേച്ഛമായിരുന്നെന്നോ എന്ന് അന്നുവരെ തോന്നാതിരുന്നൊരു പാപം വൈദികന്റെ മുമ്പിൽ അവർ ഇറക്കി വെച്ചത് മറ്റൊന്നുമല്ല, ഇവരുടെ പ്രണയവിവാഹമായിരുന്നു. വിവാഹത്തിനു മുമ്പാണ് ഈ കുഞ്ഞ് അവരുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. അന്നുവരത് പാപമായിരുന്നു എന്ന് അവർക്ക് തോന്നിയിരുന്നില്ല. പരിശുദ്ധാത്മ പ്രേരിതത്താൽ വൈദികന് മുമ്പിൽ അവർ ഇറക്കി വെച്ചു. പ്രിയമുള്ളവരെ, ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇന്നേറെ പ്രണയവിവാഹങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അഭിവൃദ്ധി സക്രിയമാർ അന്തോണീയോസ് മനസ്സിനോടൊപ്പം കൂടെ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഇതുപോലെ ചില പ്രണയവിവാഹങ്ങൾക്ക് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ചില അനുഭവങ്ങളിൽ ഈ അന്യ തിരുമേനി ഈ കൊച്ചുങ്ങളെ വിളിച്ചിരുത്തി ചിലതൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാർണവന്മാർ പറയും, കാർണവന്മാർ സമ്മതിച്ചല്ലോ, പിന്നെ എന്താണ് വയോവൃദ്ധനാകുന്ന ഈ മെത്രാപ്പോലിത്തയ്ക്ക് അവരോട് ചോദിക്കുവാനുള്ളതെന്ന്. പക്ഷേ കൗതാശികമാകുന്ന അനുഭവത്തിന്റെ ശക്തിയും തീവ്രതയും അദൃശ്യമായി ഇറങ്ങി ആവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരവും തിരിച്ചറിവുള്ള ഈ വയോവൃദ്ധനായ മെത്രാപ്പോലിത്ത ചിലത് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മെത്രാപ്പോലിത്ത അവരെ പഠിപ്പിക്കും. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഉദരത്തിൽ പേറുന്നൊരു കൊച്ചിനെ ഒരുവനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആരെയൊക്കെയാ കഴിച്ചു കൊടുക്കുന്നത്? ആരെയൊക്കെയാ? ഈ പെങ്കൊച്ചിനെ മാത്രമല്ല, പിന്നെയോ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൂടി. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇന്ന് ആധുനിക ലോകത്തിൽ സ്വന്തം പെൺമക്കളെ അറിയാൻ വയ്യാത്ത അപ്പന്മാരുടെ കാലഘട്ടമായി ചിലയിടങ്ങളിലും മാറ്റപ്പെടുന്നത്. എൻ്റെ പ്രിയ കുഞ്ഞു സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രണയവിവാഹങ്ങളൊക്കെ ഒരു പക്ഷേ സാഹചര്യങ്ങളുടെ അനുഭവങ്ങളിലോ സമ്മർദ്ദങ്ങളിലോ നടന്നുകൊള്ളട്ടെ, പക്ഷേ ജീവിതത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. കൗതാശികതയുടെ കൂദാശയുടെ അനുഭവങ്ങളെ പവിത്രതയോടെ ഏറ്റെടുക്കുവാൻ തലമുറകൾക്ക് സാധിക്കണം. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഈ സ്ത്രീ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് മടങ്ങിപ്പോയി. 2 ആഴ്ചക്കാലം തികയുന്നതിനിപ്പുറം ഈ സ്ത്രീ ദേവാലയത്തിന്റെ പടി ചവിട്ടുന്നത് കൂടെ 2 കാലുകൾ കൂടിയുണ്ട്. അത് മറ്റാരുടെയുമല്ല. 6.5 വർഷക്കാലത്തോളം ഒരറിവുമില്ലാതിരുന്ന തൻ്റെ മകളുമായി ദേവാലയത്തിന്റെ പടി ഈ സ്ത്രീ ചവിട്ടുകയാണ്. വൈദികന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പെങ്കൊച്ചിനെ സമർപ്പിച്ചു. അച്ഛാ, ബാക്കിയൊക്കെ അവള് പറയുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഇവള് പറഞ്ഞു, ശരിയാണ്, എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയതെല്ലാം എനിക്കറിയാം. ഞാൻ അവിടെ ചെന്ന് 1.5 വർഷക്കാലം അമ്മയെ വിളിച്ചു. പക്ഷേ എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായി. വല്ലാതെ കണ്ട് തെറ്റിപ്പോകുന്ന അനുഭവങ്ങളിലേക്ക് പോയി. എനിക്ക് സമ്പത്തുണ്ട്, ശരീരത്തിൻ്റെ ഇച്ഛകളും ആസ്വാദനങ്ങളുമായി ഞാൻ പോയി. ഇനിയൊരു മടക്കയാത്ര ഇങ്ങോട്ടില്ല.
എൻ്റെ ജീവിതം എൻ്റെ സുരക്ഷിതമെന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ 6 വർഷക്കാലം. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ശനിയാഴ്ച വൈകിട്ട് വല്ലാതെ കണ്ട എൻ്റെ ഹൃദയം പിടയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഒറ്റപ്പെട്ടതുപോലെ. എനിക്കെൻ്റെ അമ്മയെ കാണണം, എനിക്ക് ജീവിതത്തിലെല്ലാം ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു, ഞാൻ മരണപ്പെടാൻ പോകുന്നു എന്നൊരു തോന്നല് എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നതാണ്. ഇനി എൻ്റെ അമ്മയെ വിട്ടൊരു ജീവിതം എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളണം, ഈ സ്ത്രീ വൈദികന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കുമ്പസാരിക്കുമ്പോൾ അങ്ങ് അകലങ്ങളിൽ ഹൃദയം മരവിച്ചുപോയ, ഹൃദയം കടുത്തുപോയ തന്റെ മകളുടെ ഹൃദയം പടയുകയാണ്. കൂദാശയുടെ ശക്തി ഇതുതന്നെയല്ലേ പ്രിയപ്പെട്ടവരെ യോശുവ പ്രവാചകനും വിളിച്ചു പറയുന്നത്? യോർദാൻ നദി പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ജീവിതത്തിൽ എവിടെയൊക്കെയോ കെട്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചിലതൊക്കെ പ്രതികൂലമായി നിൽക്കുന്നെങ്കിൽ, ചിലതൊക്കെ അഴിയാതിപ്പെടും നിൽക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ അനുദപിച്ച ഈ നൊയമ്പിൽ കണ്ണുനീരൊഴുക്കുവാൻ സാധിക്കട്ടെ. ഇപ്രകാരം അപ്പോസ്തല പ്രവൃത്തി 10:43 വിളിച്ചു പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ലാസറിന്റെ കല്ലറയിലേക്ക് കടന്നു വന്ന് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച നമ്മുടെ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പൗലോസ്ലീഹ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരുവൻ നമുക്കുണ്ട്. ഈ ലോകത്തെ സർവ്വമതങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെ അനുഭവങ്ങളിൽ, വേദങ്ങളിൽ പ്രജാപതി എന്നും ഹിരണ്യഗർഭനെന്നും, ഖുറാനിൽ ഈസാ നബി എന്നും, തിരുവചനത്തിൽ സത്യേക ദൈവമായ തൃത്വത്തിലൊരുവനായ ക്രിസ്തുവെന്നും വിളിക്കപ്പെടുമ്പോൾ ലോകത്ത് ക്രിസ്തുവാണ് സ്വർഗീയ ദൈവമെന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചു പോകരുത്. ലാസറിന്റെ കല്ലറയിലേക്ക് വന്ന് തമ്പുരാൻ വിളിക്കുകയാണ്, ലാസറെ പുറത്തു വരിക. ലാസർ 4 ദിവസം ജീർണിച്ച ലാസറിന്റെ ശരീരം ആത്മലോകത്ത് നോക്കി ക്രിസ്തു വിളിച്ചപ്പോൾ അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് ആവസിച്ച് അവന്റെ ശരീരം പുതുക്കത്തിന്റെ അനുഭവങ്ങളിൽ ഉയർത്ത് തമ്പുരാന്റെ മുമ്പിൽ നിന്നു. നമ്മുടെ ജീവിതത്തിലെ എത്ര നാറിയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടിരുന്നാലും, നമ്മുടെ ജീവിതത്തിൽ ആരും കാണാത്ത എത്ര ആഴമായ പ്രതിസന്ധികൾ ഉണ്ടായാലും അവൻ വന്നൊന്ന് വിളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എത്ര നാറ്റം വെച്ച അനുഭവങ്ങൾക്ക് മുമ്പിലും തമ്പുരാന്റെ സന്നദ്ധിയിൽ നീ എവിടെ തന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിക്കുന്ന ക്രിസ്തു. പിന്നെയും ക്രിസ്തു എന്താണ്? ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറെ പ്രതിസന്ധികൾ അലട്ടുന്നതാണ് പൈശാചിക ബന്ധനം എന്നുള്ളത്. യാഥാർത്ഥ്യമാണ് എന്ന് എനിക്ക് ഉറപ്പിച്ചൊന്നും പറയുവാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിൽ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സ്ത്രീ അവർ വല്ലാതെ കണ്ട് അലറി വിളിക്കുക. അവരുടെ ഭവനത്തിനുള്ളിൽ തന്നെയാണ്. എന്നെ വിളിച്ചു. ഞാൻ ചെന്ന്, എന്നോടൊപ്പം വേറൊരു കക്ഷി എന്നെ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പം ഈ സ്ത്രീ ഒരു വല്ലാത്ത ഭാവം, അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്കും പേടിയായിപ്പോയി. ആ സ്ത്രീയുടെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ആ സ്ത്രീ നിലത്ത് വീണു. പക്ഷെ അവരുടെ കഴുത്തും അവരുടെ കാലും അവർ പൊക്കി ഇങ്ങനെ പിടിച്ചേക്കുക. ഇത്രയും സമയം അവർക്ക് എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ പിടിച്ചു നിന്നുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഈ മക്കൾക്കും അപ്പനും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ വിളിച്ചു പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്പം വെള്ളമെടുത്ത് അവരുടെ ദേഹത്ത് പ്രാർത്ഥിച്ച് തളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നെ വെറുതെ വിടണം എന്ന് ഈ സ്ത്രീ അപ്പോഴും നിലവിളിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്രകാരം, ഞാൻ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു പാട്ട് ഇപ്രകാരമാണ്: ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം, ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പാടുമ്പം എന്നോടൊപ്പം എന്നെ വിളിക്കാൻ വന്ന ആൾ എൻ്റെ കയ്യിൽ കയറി മുറുകെ പിടിച്ചു. ഞാൻ പാട്ട് നിർത്തിയില്ല, പാടി പ്രാർത്ഥിച്ചു. അവർ ശാന്തമായി അവരുടെ ജീവിതത്തിൽ ആ സമയത്ത് അവിടെ ഇരുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ചു. അച്ഛാന്നൊക്കെ വിളിച്ചു തന്നെയാണ് അവർ ഞങ്ങളെ വിട്ടത്. തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ അടുക്ക ചോദിച്ചു, നിങ്ങളെന്തിനാ മനുഷ്യൻ എൻ്റെ കയ്യെ കയറി മുടുക്കി പിടിച്ചത്?
ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഭൂതബാധിതർക്കും നാനാജാതിക്കാർക്കും ആശ്രയമായ നാമം ക്രിസ്തുനാമം എന്ന് പറഞ്ഞപ്പം ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ മാറുന്നതായിട്ടും എൻ്റെ ദേഹത്ത് തട്ടുന്നതായിട്ടും എനിക്ക് തോന്നി. ഞാൻ നോക്കുമ്പോൾ എവരുടെ മുഖം ശാന്തമാകുന്നു, എന്നെ എന്തോ തട്ടിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. ആ സമയത്താണ് ഞാൻ അച്ഛനെ മുറുകെ പിടിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ നാമം ശക്തമാണ്. ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്ന നമുക്ക് അവൻ്റെ നാമം മൂലം സർവത്തിൽ നിന്നും മോചനമുണ്ട്. അതാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഇപ്രകാരം ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, 1 ശമൂവേൽ 17:45, നീയോ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന് ഫിലിസ്ത്യനാകുന്ന മല്ലനാകുന്ന ഗോലിയാത്തിനെ നോക്കി വിളിച്ചുകൊണ്ട് ദാവീദ് വിളിച്ചു പറഞ്ഞ് ഫിലിസ്ത്യനാകുന്ന ഗോലിയാത്തിനെ തോൽപ്പിച്ചത്. പ്രതിസന്ധികൾക്ക് മുമ്പിൽ, ആകുലതകൾക്ക് മുമ്പിൽ, ജീവിതത്തിലെ കുറവുകൾക്ക് മുമ്പിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ഏലിയാവിന്റെ ജീവിതം പഠിപ്പിച്ചതാണ്. യഹോവയായ ദൈവം സത്യദൈവമെന്ന് ആ നാമം തന്നെ അർത്ഥമാക്കുന്നുണ്ട് ഏലിയാവും ആഹാബിനോട് പറയുന്നത് പ്രകാരമാണ്, സത്യദൈവമാകുന്ന യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. ആഹാബിന്റെ ഭരണത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യദൈവമാകുന്ന യഹോവ ആരാധനയ്ക്കായി നമുക്ക് മുമ്പിലുള്ളപ്പോൾ എന്തിനു പേടിക്കണം? മോശ ഇസ്രായേൽ ജനതയെ കൊണ്ട് വന്നു, വഴിയിൽ ചെങ്കടലിന് മുമ്പിൽ വല്ലാതെ കണ്ട് വിറങ്ങലിച്ചു. മോശ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു. 10 കമൻമെന്റ്സ് എന്ന് പറയുന്ന ആംഗലേയ ചിത്രത്തിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പ്രകാരം ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് മോശയോട് ചോദിക്കുന്നു, മോശേ, ഇനി എങ്ങോട്ട് ഞങ്ങൾ നടക്കണം എന്നാ നീ പറയുന്നത്? ഈ ചെങ്കടലിലേക്കോ അതോ ഫറവോന്റെ ചുഴലിക്കാറ്റ് പോലെ പറന്നു വരുന്ന സൈന്യത്തിന് മുമ്പിലേക്കോ? മോശ പറഞ്ഞു, ഈ ചെങ്കടലിലേക്കുമല്ല, ഫറവോന്റെ ചുഴലിക്കാറ്റ് പോലുള്ള സൈന്യത്തിന് മുമ്പിലേക്കുമല്ല, മറിച്ച് ദൈവകരങ്ങളിലേക്ക് നീ നടക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നടക്കാം. പ്രിയമുള്ളവരെ, ഈ നൊയമ്പും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രതിസന്ധികൾക്ക് മുമ്പിൽ ദൈവകരങ്ങളിലേക്ക് നടക്കുവാനാണ്. മോശ ഇറങ്ങി, തൻ്റെ പാദത്തോളം വെള്ളം വീണ്ടും ഇറങ്ങി, മുട്ടോളം, വീണ്ടും അരയോളം, നെഞ്ചോളം, കഴുത്തോളം, മൂക്കോളം എത്തി. മോശയ്ക്ക് ശ്വാസം മുട്ടുമ്പോഴാണ് മോശയോട് പറയുന്നത് വടിയെടുത്തടിക്കുവാൻ അവിടെ ചെങ്കടൽ വിഭാഗിക്കുന്നത്. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാ. മോശ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ചെങ്കടൽ ഭാഗിക്കപ്പെടത്തില്ല. ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നടക്കാം. ഇനിയും ഈ മദ്യപാനായ മനുഷ്യന്റെ കൂടെ എന്ത് ജീവിതം? ഇനിയും ഇത്രത്തോളം തള്ളപ്പെട്ടും ഇത്രത്തോളം നൊമ്പരപ്പെട്ടും പോയ അനുഭവങ്ങളിൽ എന്ത് ജീവിതം? ഈ കടത്തിന്റെ ബാധകൾക്ക് മുമ്പിൽ ഇനി എന്ത് ജീവിതം? ഇത്രത്തോളം അറ്റുപോകുന്ന അനുഭവത്തിൽ ഈ ബന്ധം നിൽക്കുമ്പോൾ ഇനി എന്ത് യോജിപ്പാം? വിച്ഛേദിച്ച് കളയാം എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ദൈവം ശരിയാക്കുവാൻ തയ്യാറായി നമുക്ക് മുമ്പിലുണ്ട്. നമുക്കൊന്ന് വെച്ചു കൊടുക്കാമോ തമ്പുരാന്റെ കരങ്ങളിലേക്ക്? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ക്രിസ്തുവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവനിൽ ആശ്രയിക്കുവാൻ ഈ നൊയമ്പും പെരുന്നാളും നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ടുള്ള മനുഷ്യൻ ഇപ്രകാരമാണ്, ക്രിസ്തയേശുവിലുള്ള മനുഷ്യൻ. 8-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, ആകയാൽ ക്രിസ്തയേശുവിലുള്ള മനുഷ്യർക്ക് യാതൊരു വിധമാകുന്ന ശിക്ഷാവിധിയും ഇല്ല. എന്താണ് ക്രിസ്തയേശുവിലുള്ള മനുഷ്യൻ? ഒരു നിരീശ്വരവാദിയായ പ്രസംഗൻ ദൈവമില്ലെന്ന് പ്രസംഗിക്കുക. വളരെ വിശാലമായ ആ വേദിയിൽ നിന്നുകൊണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു അവസരം തരണം. ആ ചെറുപ്പക്കാരനെ വിളിച്ചു, വല്ലാതെ അമർഷത്തോടാണെങ്കിലും ആ ചെറുപ്പക്കാരൻ വന്ന് നിശബ്ദനായി നിന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഓറഞ്ച് ഇങ്ങനെ പൊളിച്ച് ഓരോ അല്ലിയും വളരെ നുണഞ്ഞ് കഴിച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ നിരീശ്വരവാദിയായ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ കഴിച്ച ഓറഞ്ചിന് മധുരമായിരുന്നു, പുളിയായിരുന്നു? ഈ നിരീശ്വരവാദി വല്ലാതെ ദേഷിച്ച് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ വേദി തകർത്തിയ മനുഷ്യൻ. ഈ മനുഷ്യൻ പറഞ്ഞു, അയ്യോ, നീ കഴിച്ച ഓറഞ്ചിന് മണ്ട, നീ കഴിച്ച ഓറഞ്ചിന് രുചിയായിരുന്നോ പുളിയായിരുന്നോ എന്ന് ഞങ്ങൾക്കാണോ പറയാൻ പറ്റുന്നത്, നിനക്കാണോ പറയാൻ പറ്റുന്നത്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രിയ സ്നേഹിത, ദൈവബന്ധം ഇതുപോലെയാണ്. ഞാൻ രുചിച്ച ഓറഞ്ചിന്റെ രുചി എനിക്കാണ് അനുഭവേദ്യമാകുന്നതെങ്കിൽ ഞാൻ അനുഭവിച്ച ദൈവത്തെ, ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെ എനിക്ക് വിട്ടുകളയുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. യഹോവയെ രുചിച്ചറിഞ്ഞവന്റെ ജീവിതം
ഇപ്രകാരമാണ്. ഞാൻ വളരെ പെട്ടെന്ന് നിർത്തിയേക്കാം. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം നമുക്ക് നല്ല ബോധ്യമുണ്ട്. പൗലോസും ശീലാസും യഹോവയെ രുചിച്ചറിഞ്ഞവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവർ ആത്മാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരാ. ആത്മാവാണ് ഫിലിപ്പിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. പക്ഷേ എങ്കിൽ അവിടെ വെച്ച് അവരെ അടിച്ചു മുറിവേൽപ്പിച്ച് അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. ക്രിസ്തേശ്വരുള്ള മനുഷ്യരുടെ ഒന്നാമത്തെ പ്രത്യേകത അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസിലും ശീലാസിലും ഒന്ന്, ബന്ധനങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു ക്രിസ്തേശ്വരുള്ള മനുഷ്യർ. കയ്യാലുകൾ ആമത്തിൽ തറയ്ക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട കാരാഗ്രഹ പ്രമാണിയെ ഏൽപ്പിച്ചു നോക്കുവാൻ. പക്ഷേ അവിടെ കിടന്നുകൊണ്ട് അവരെന്തു ചെയ്തു? ദൈവത്തെ സ്തുതിച്ചു. ജീവിതത്തിലെ എത്ര നൊമ്പരങ്ങളിലും ബന്ധനങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ഒന്നാമതായി ദൈവത്തിൻ്റെ മക്കളല്ലെങ്കിൽ ക്രിസ്തേശുവിലുള്ള മനുഷ്യരെന്ന് പറയുന്നത്. രണ്ടാമതായി ആ ഭാഗത്ത് പ്രകാരം കാണുന്നുണ്ട്, സ്വയരക്ഷയിലും അന്യന്റെ രക്ഷയെ കരുതുന്നവരായിരുന്നു പൗലോസും ശീലാസും ക്രിസ്തേശുവിലുള്ള മനുഷ്യർ. കാരാഗ്രഹം അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വല്ലാതെ കണ്ട് ഇടിവെട്ടി അവരുടെ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകുമാറ് അവിടെ വലിയ ശബ്ദത്തിൽ ഇടിവെട്ടി അവരുടെ കൈകാലുകൾ ആമത്തിൽ നിന്ന് വിടർത്തപ്പെട്ടു. അവിടെ അന്ധകാരമായി. ഇത് കണ്ട കാരാഗ്രഹ പ്രമാണി വാളൂരി കുത്തുവാൻ തുടങ്ങുമ്പോൾ വിളിച്ചു പറയുകയാണ്, സഹോദര, ഞങ്ങൾ ഇവിടെയുണ്ട്, നിനക്ക് യാതൊരു ദോഷവും വരുത്തരുത്. സ്വയരക്ഷയിലും അന്യൻ്റെ രക്ഷയെ കരുതുന്നവരാണ് ദൈവത്തിലുള്ള മനുഷ്യർ, ക്രിസ്തേശുവിലുള്ള മനുഷ്യർ. മൂന്നാമതായിട്ട് ക്രിസ്തേശുവിലുള്ള മനുഷ്യർ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ മാതൃകയാണ്. അവിടെ ഇപ്രകാരം 25-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, തടവുകാർ മുഴുവനും ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മറ്റു പലരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് മുമ്പിൽ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് സാക്ഷ്യമെന്ന് ചോദിക്കുമ്പോൾ വലിയ സമ്പത്തുകളോ ദൈവത്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങളെ നേടിയെടുത്ത വലിയ പ്രതാപത്തിൻ്റെ അനുഭവങ്ങളോ ഒന്നുമല്ല സാക്ഷ്യം. എന്താണ് ക്രിസ്തു സാക്ഷ്യമെന്ന് ചോദിക്കുമ്പോൾ, ക്രിസ്തേശുവിലുള്ള മനുഷ്യരെന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സാധു കൊച്ചു കുഞ്ഞുപദേശിക്കും. അദ്ദേഹം ഒന്നും സമ്പാദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടി നടന്നു. അനേകർക്ക് ഹൃദയത്തെ തണുപ്പിക്കുന്ന ദൈവിക ഗാനങ്ങളെ അദ്ദേഹം പാടിക്കൊടുത്തു. പക്ഷേ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ സമ്പാദ്യം തൻ്റെ മക്കളെന്ന് തന്നെ കരുതുകയും പ്രവചിക്കുകയും പറയുകയും ചെയ്തിരുന്ന സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ ജീവിതത്തിൽ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെടുകയാണ്. ഒരപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരണപ്പെടുന്ന അനുഭവം തീവ്രതയും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഇപ്രകാരം സാധു കൊച്ചു കുഞ്ഞുപദേശി പാടുകയാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കും, ദോഷമായിട്ടൊന്നും അവൻ എന്നോട് ചെയ്യുകയില്ല. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.